തുടങ്ങാം മാജി, ദേവേ തുടങ്ങണം. ഓ ശരി. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇൻവൊക്കേഷൻ പ്രയർ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരൂൻ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീമദ് ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുളുന്നു. ഒപ്പം എൻ്റെ ഗുരുവിനും അതുപോലെ ശ്രീല പ്രഭുപാദയ്ക്ക് അതുപോലെ ഗുരു പരമ്പരയിൽപ്പെട്ട എല്ലാ ആചാര്യന്മാരുടെയും പാതാരവൃന്ദങ്ങളിൽ ഞാൻ നമിക്കുന്നു. അതുപോലെ ശിക്ഷാഗുരുക്കന്മാർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് 61-ാമത്തെ ശ്ലോകം, അതായത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 4 ശ്ലോകം 61 അല്ലേ? കറക്റ്റ് അല്ലേ മാതാജി? ശ്ലോകം 61. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ.
जय द्वैत चंद्र जय गौर भक्त वृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे, कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे। जय गुरुदेवा जय गुरुदेवा, जय गुरुदेवा जय गुरुदेवा, जय प्रभुपदा जय प्रभुपदा, जय प्रभुपदा जय प्रभुपदा, जय जय प्रभुपाद प्रभुपाद प्रभुपाद, जय जय प्रभुपाद। जय गौर हरि बोल हरि बोल हरि बोल, निताई गौर हरि बोल। गौरप्रेमानंदे जयम श्री विष्णुपाद परमहंस परिवृजाचार्य अष्टोत्तर शतैः सफयाचरण भक्ति वेदांत स्वामी श्रील प्रभुपाद की जय, अनंत कोटि वैष्णव वृंद की जय, श्री श्री राधा माधव की जय, श्री जगन्नाथ बलदेव सुभद्रमैया सुदर्शन की जय, श्री पंचतत्व की जय। गौरप्रेमानंदे हरि हरि। पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्त्यावतारं भक्त्याख्यं नमामि भक्ति शक्तिगं। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ശ്രീ ചൈതന്യ ചരിതാമൃതം നാദിലീല അധ്യായം 4 ശ്ലോകം 61. സച്ചിദാനന്ദ പൂർണ്ണ കൃഷ്ണരസ്വരൂപ ഏക ഈച്ചി ശക്തി താൻ രാധാനേ ധരേദിനരൂപ. വർത്തനം കൃഷ്ണന്റെ സ്വരൂപം ശാശ്വതവും സച്ചിത് ജ്ഞാനപൂർണവും അഥവാ ചിത് ആനന്ദപൂർണവുമാകുന്നു. അവിടുത്തെ ഏകമായ ആത്മീയ ശക്തി 3 ആയി പ്രകടമാകുന്നു. ജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകെ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോ ഈ 61-ാമത്തെ ശ്ലോകത്തിലെ പറയുന്നത്, അതായത് നമ്മൾ 60-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാനെ എങ്ങനെയാണ് ഹാദിനി ശക്തി കൃഷ്ണൻ ആനന്ദം നൽകുകയും അവിടുത്തെ ഭക്തന്മാരെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഹാദിനി ശക്തി, ഭഗവാന്റെ ശക്തിയെ കുറിച്ചാണ് ഈ അവതാരത്തില്. ഭഗവാൻ അസംഖ്യ ശക്തികളുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് അന്തരംഗ ശക്തി, അതുപോലെ തടസ്ഥ ശക്തി, ബഹിരംഗ ശക്തി. അപ്പൊ ഈ അതായത് അന്തരംഗ ശക്തിക്ക് തന്നെ 3 വിഭാഗങ്ങളുണ്ട്. അത് അടുത്ത ശ്ലോകങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭഗവാന്റെ സ്വരൂപം, അതായത് ആത്മീയ ശക്തി എന്ന്, ഭഗവാന്റെ ശക്തി ആത്മീയ ശക്തിയാണ്. അത് 3 ആയിട്ടാണ് പ്രകടമാകുന്നത്. ഒന്ന് ഹ്ലാദിനി, സംവിത്ത്, സന്ധിനി. അതായത് ഹ്ലാദിനി എന്ന് വെച്ചാൽ ആനന്ദം, അതുപോലെ സംവിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനം അതായത് ചിത് ഗ്രഹണശക്തി, പിന്നെ അതുപോലെ ശാശ്വതമായത് അതായത് സത്, അതായത് ഭഗവാന്റെ ശാശ്വതമായ അസ്തിത്വം. അപ്പം ഈ 3 ശക്തികള്, അതായത് ഈ 3, അതായത് ഭഗവാനെ നമ്മൾ സച്ചിദാനന്ദ സ്വരൂപ എന്ന് വിളിക്കും അല്ലെ. സച്ചിത് ആനന്ദ സ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപം അത് ശാശ്വതമാണ്, ജ്ഞാനമാണ്, ആനന്ദപൂർണവുമാണ്. അപ്പൊ ഭഗവാന്റെ ഈ സ്വരൂപം എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തം രൂപം അതൊന്നു തന്നെയാണ്. ഏകശക്തി എന്നാണ് പറയുന്നത്. അതായത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഏകശക്തിയാണ്. അതില് ഈ 3 ശക്തികളും കൂടി പ്രകടമാകുന്നു. അതായത് ഏതൊക്കെ? ശാശ്വതം, അതായത് സച്ചിത് ആനന്ദം. അതിനകത്താണ് പിന്നീട് 62-ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മൾ ഈ 3 ശക്തികളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നു. ശ്ലോകം 62. ആനന്ദാംശേ ഹ്ലാദിനി സദംശേ സന്ധിനി ചിദംശേ സംവിദ്യാരേ ജ്ഞാനകരിമാനി. അതായത് ആനന്ദാംശേ ഹ്ലാദിനി സംദശേ സന്ധിനി.
ഹ്ലാദിനി, സന്ധിനി, പിന്നെ ചിത്, അംശേ, സംവിത്. അപ്പൊ ഇത് മൂന്നുമാണ്. അതായത് ഹ്ലാദിനി അവിടുത്തെ പരമാനന്ദത്തിന്റെ, സന്ധിനി അവിടുത്തെ നിത്യ അസ്തിത്വത്തിന്റെ, സംവിത് അവിടുത്തെ ജ്ഞാനം അഥവാ ഗ്രഹണ ശക്തിയുടെയും ഭാവങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് തരത്തിലാണ് ഈ ഭഗവാന്റെ സ്വരൂപത്തെ, അതായത് വിശുദ്ധ സത്വത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ ആത്മീയ ശക്തിയെ പ്രകടമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹ്ലാദിനി, സംവിത്, സന്ധിനി. അതിലെ ഹ്ലാദിനി ആനന്ദം, സംവിത് എന്ന് പറയുന്നത് ജ്ഞാനം, ഗ്രഹണശക്തി അഥവാ ചിത്, പിന്നെ സന്ധിനി ശക്തി എന്ന് പറയുന്നത് ശാശ്വതം അഥവാ സത്ത്. അപ്പം അതാണ് ഭഗവാന്റെ, അതായത് ഭഗവാന്റെ ശക്തികളെ വിവരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അസ്തിത്വം, അതായത് ഭഗവാൻ, നമ്മളെയൊക്കെ ഭൗതിക ലോകത്തുള്ള ആൾക്കാരുടെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ ഭൗതികമായ അസ്തിത്വമാണ്. അപ്പൊ ഈ ഭൗതികമായ അസ്തിത്വത്തെ മറികടന്നാണ് നമ്മൾ ശാശ്വതമായ അസ്തിത്വത്തിലേക്ക് പോകേണ്ടത് ഭഗവത് സേവനത്തിലൂടെ. അപ്പൊ ഭഗവാന്റെ അവിടുത്തെ അസ്തിത്വം എന്ന് പറയുന്നത് അതാണ് സന്ധിനി ശക്തിയാണ്. അപ്പൊ അതാണ് ശാശ്വതമായിട്ടുള്ള അസ്തിത്വത്തെയാണ് സന്ധിനി ശക്തി എന്ന് വിളിക്കുന്നത്. അപ്പം അവിടെ ഭഗവാനും അവിടുന്ന് തനിക്കും മറ്റുള്ളവർക്കും ഭഗവാനെ അറിയണം, അല്ലേ? മറ്റുള്ളവർക്കും ഭഗവാനെ അറിയാൻ വേണ്ടി, അതായത് ഭഗവാനെ അറിയണം. അതുപോലെ തന്നെ, കാരണം അതാണ് അദ്ദേഹത്തിന്റെ ചൈതന്യ ചരിതാമൃതത്തിലൂടെ ഭഗവാൻ ചൈതന്യ അവതാരം എടുക്കാനുള്ള ഒരു കാരണം കൂടി ഭഗവാനെയും കൂടി അറിയണം. അതായത് രാധാറാണി ഭഗവാനെ എന്താ പറയാ കാണുമ്പോഴ അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഇടപെടുമ്പോഴ അത്രമാത്രം സന്തോഷം രാധാറാണി അനുഭവിക്കുന്നു. അപ്പൊ എന്താണ് ആ ഒരു ആനന്ദം ഇത്രമാത്രം രാധാറാണിയിലുള്ള ഉണ്ടാകാൻ കാരണം? അതൊക്കെയാണ് ചൈതന്യ അവതാരത്തിന്റെ ഉദ്ദേശം. അപ്പം ഭഗവാന് അവിടുന്ന് തനിക്കും മറ്റുള്ളവർക്കും അവിടുത്തെ അറിയുന്നതിനുള്ള അതീന്ദ്രിയ ശക്തിയെയാണ് സംവിത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഗ്രഹണശക്തി അഥവാ ജ്ഞാനം. അപ്പൊ അങ്ങനെ പിന്നെ ആനന്ദം. പിന്നീട് ഭഗവാൻ എപ്പോഴും, ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും ആനന്ദത്തിൽ എപ്പോഴും ആനന്ദം അന്വേഷിക്കുന്ന ഒരാളാണ്, അല്ലേ? എപ്പോഴും ആനന്ദം. അപ്പൊ ഈ ആനന്ദം എങ്ങനെയാണ് ഭഗവാൻ ആസ്വദിക്കുന്നത്? കാരണം എപ്പോഴും ഭൗതിക ലോകത്ത് ആയാൽ തന്നെയും ഇവൻ ആത്മീയ ലോകത്ത് ഭഗവാൻ സദാ ആത്മീയ ആനന്ദം അനുഭവിക്കുകയാണ്. അപ്പം ഈ ആനന്ദത്തിന് അതുപോലെ തന്നെ ആ ആനന്ദം ഭഗവാൻ ഉൾക്കൊള്ളുകയും പിന്നെ അത് ഭക്തന്മാരുടെ ആനന്ദത്തിനും കാരണമായി തീരുന്നു. ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ ആ ഭഗവാൻ ഭഗവാന് വേണ്ടി ഒരു ഭക്തൻ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ ആ ഭക്തനും അതേ ആനന്ദം, ഹ്ലാദിനി ആനന്ദം അനുഭവിക്കുന്നു. അതാണ് അതീന്ദ്രിയ ശക്തി. അപ്പൊ ആ ആനന്ദത്തിനും കാരണഭൂതമാണ് ഈ ഹ്ലാദിനി ശക്തി അഥവാ ഭഗവാന്റെ അന്തരംഗ ശക്തി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന് 3 ശക്തികള്: അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. ഈ അന്തരംഗ ശക്തിയാണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഹ്ലാദിനി, സംവിത്, സന്ധിനി എന്ന് പറയുന്നത്. അപ്പൊ അത് ഒന്ന് ആനന്ദം, ഒന്ന് ജ്ഞാനം, ഗ്രഹണശക്തി, മറ്റേത് ശാശ്വതമായിട്ടുള്ള അസ്തിത്വം ഭഗവാന്റെ. അപ്പൊ ഈ എല്ലാത്തിനെയും കൂടെ ചേർത്ത് പറയുന്നതാണ് വിശുദ്ധ സത്വം. നമ്മൾ പറയല്ലോ സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം. അപ്പോ വിശുദ്ധ സത്വം. അപ്പൊ എന്താണ് ഈ വിശുദ്ധ സത്വം എന്ന് പറയുന്നത്? ഭഗവാൻ അവതരിക്കുമ്പോഴ് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക വൈവിധ്യം ഈ ഭൗതിക ലോകത്തിലും ഇഹലോകത്തിലും പ്രകടമാകുന്നുണ്ട്. ഇപ്പൊ തന്നെ ഭഗവാൻ ആധ്യാത്മിക ലോകമായിട്ടുള്ള ശ്രീ വൃന്ദാവന ധാമത്തിൽ ഭഗവാൻ അവതരിച്ചപ്പോഴ് അത് ഭൗമ വൃന്ദാവനമാണ്. അവിടെ അവതരിച്ച സമയത്ത് ഭഗവാൻ കാട്ടിയ ലീലകൾ, അദ്ദേഹം അവിടെ കാട്ടിയ ലീലകള് അതെല്ലാം എന്താണ്? ആധ്യാത്മികമാണ്. എല്ലാം അപ്പൊ ഭഗവാൻ ഭൗതിക ലോകത്ത് വന്നെന്ന് വിചാരിച്ച് ഭഗവാന് ഭൗതികത ബാധിക്കില്ല. നമ്മൾ ഭൗതിക ലോകത്ത് വരുമ്പോൾ നമ്മളെ ഭൗതികത ബാധിക്കും, ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങൾ നമ്മെ ബാധിക്കും. പക്ഷെ ഭഗവാൻ ത്രിഗുണാതീതനാണ്, അല്ലെ? അതാണ് ഭഗവാനെ നിർഗുണ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ഗുണം ഇല്ലാത്തവൻ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ആ ഗുണം എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാൻ എല്ലാ ഗുണത്തിന്റെയും എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളുടെയും സംഭരണിയാണ് ഭഗവാൻ. പക്ഷേ ഭഗവാൻ നിർഗുണനാണെന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ ഭൗതിക ലോകത്തെ ത്രിഗുണങ്ങളൊന്നും തന്നെ ബാധിക്കാറില്ല. അപ്പൊ അങ്ങനെ ഇഹലോകത്തിൽ ഭഗവാൻ ആധ്യാത്മിക ലോകത്ത് നിന്ന് ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോഴാ ഇവിടെ പോലും ഭഗവാന്റെ ഈ വൈവിധ്യ തലം അനുഭവപ്പെടുന്നുണ്ട്.
അപ്പം ഭഗവാന്റെ ഈ അവതാരങ്ങൾ, അപ്പം ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് വന്ന് ഒരുപാട് ലീലകൾ കാഴ്ചവെച്ചു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ലീലകളാവട്ടെ, അദ്ദേഹത്തിന്റെ അവതാരങ്ങളാവട്ടെ, ഇതൊന്നും തികച്ചും ഭൗതികമല്ല. ഇതെല്ലാം ആത്മീയ തലത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവയാണ്. അത് പരിശുദ്ധമായ അതീന്ദ്രിയ തലത്തിലുമാണ്. എപ്പോഴായാലും ഭഗവാന്റെ തലം അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് ശാശ്വതമാണ്, അത് എപ്പോഴും അതീന്ദ്രിയവുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എന്റെ ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്വക്വാ ദേഹം പുനർജന്മ നൈതിമാമേതി സോ അർജുന എന്ന് പറയുന്നതാണ്. എന്താ, എന്റെ ആവിർഭാവത്തിന്റെയും കർമ്മങ്ങളുടെയും ഒക്കെ യഥാർത്ഥ എന്താ പറയാ ഇതെല്ലാം സ്വഭാവം, അതീന്ദ്രിയമായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കുന്നവര് അതാണ് ത്വക്വാ ദേഹം, അതായത് അവന്റെ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം, ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ഈ ദുഃഖകരമായിട്ടുള്ള അശാശ്വതമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും അവൻ തിരിച്ചു വരില്ല. അവൻ ശാശ്വതമായി എന്റെ ധാമത്തിൽ തന്നെ ജീവിക്കും. എപ്പോഴാണ്? ജന്മകർമ്മച്ചമേ ദിവ്യം, അതായത് ഭഗവാന്റെ ദിവ്യമായ ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ഒക്കെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു ഭക്തൻ. അപ്പം അങ്ങനെ അവന് പൂർണ്ണമായും ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടിൽ നിന്നും മുക്തനാകാൻ അർഹനാകുന്നു എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഭഗവാനുമായിട്ട് സഹവസിക്കാനുള്ള അവസരം അതിൽ കൂടി ഭഗവാൻ ആ ഭക്തന് നൽകുകയാണ്. കാരണം എന്താണ്? ഭഗവാനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഭൗതികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഭൗതികമായ ഊഹാപോഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഭൗതികമായി തലത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കൂ എന്നും ചെയ്തെന്ന് വിചാരിച്ച് ഭഗവാനെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാനെ ആർക്കാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഭഗവാനെ പൂർണ്ണമായും സമർപ്പിതരായവർക്ക്, അവർക്ക് അതാണ് ബുദ്ധിയോഗത്തിൽ കൂടി തേഷാമേവാനുകമ്പാർത്ഥം ഇല്ലേ, അവരോട് അനുകമ്പ തോന്നിയിട്ട് ഞാൻ അവർക്ക് സവിശേഷാൽ ബുദ്ധി കൊടുക്കും. ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ, ബുദ്ധി കൊടുക്കും അവർക്ക്. എന്തിന്? എന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി. അപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഭൗതിക ലോകത്ത് വരുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ എന്താണ്, ഈ ഭൗതികതയുടെ ഈ ത്രിഗുണങ്ങൾക്ക് അധീനരും ഒപ്പം ഈ ത്രിഗുണങ്ങളിലെ എന്താ പറയാ ഭൗതികതയുടെ മായ വലയത്തിലും പെട്ട് കിടക്കുകയാണ്. പക്ഷെ നമുക്ക് കൃഷ്ണാവബോധം നമുക്ക് കിട്ടി. അതുപോലെ തന്നെ കൃഷ്ണാവബോധത്തിൽ വന്ന് നമ്മൾ ഭഗവത് ഭക്തി ആചരിക്കാൻ അല്ലെങ്കിൽ ഭഗവത് ഭക്തി പരിശീലിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്കും എന്താണ് പറയാ ഭഗവാനെ കുറിച്ച് പതുക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മള് ഭഗവാന്റെ ആ സേവനത്തിലേക്ക് നമ്മൾ ഉയരുന്ന പക്ഷം, അല്ലെങ്കിൽ തികച്ചും പ്രേമഭരിതമായ ഭക്തിയുടെ സേവനത്തിലേക്ക് ഉയരുന്ന പക്ഷം നമുക്ക് ഭഗവാന്റെ ശക്തികളെ മനസ്സിലാക്കാനും ഭഗവാന്റെ അതീന്ദ്രിയ നില മനസ്സിലാക്കാനും നമ്മുടെ നില എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് സംബന്ധ അഭിധേയ പ്രയോജന, അതായത് നമ്മൾ ഭഗവാനുമായിട്ട് സംബന്ധം, അതായത് നമ്മുടെ ബന്ധം നമ്മൾ ഉണർത്തിയെടുക്കുക. ഭഗവാനുമായി നമ്മൾ ഉറങ്ങിക്കിടന്ന ആ ബന്ധത്തെ അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുക. അങ്ങനെ എടുക്കും. അതാണ് സംബന്ധം. ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നു, സംബന്ധം സ്ഥാപിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഭിധേയ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഭക്തിയുത സേവനം ചെയ്യാൻ ഒരുങ്ങുന്നു. അതായത് നമ്മൾ ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ്, ഭഗവാന്റെ സേവനമാണ് എൻ്റെ യഥാർത്ഥ കർത്തവ്യം എന്ന് മനസ്സിലാക്കി നമ്മൾ ഭഗവത് സേവനം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആ സമയം നമ്മൾ എന്താണ് ഭഗവത് സേവനം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് അഭിധേയ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അന്തർലീനമാണ്. എന്നാൽ പോലും നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ, പൊതുവായി പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം സംബന്ധം, ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കുകയും പിന്നീട് ഭഗവാന്റെ സേവനം ചെയ്യാൻ നമ്മൾ അത് പരിശീലിക്കുകയും പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിന്റെ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തിയെടുക്കണം. നമ്മൾ ഭഗവത് സന്നിധി, ഭഗവാന്റെ സേവന ആ ഒരു പ്രക്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ എത്രമാത്രം നമ്മൾ പരിപൂർണതയിൽ എത്തിക്കാൻ ശ്രമിക്കാവോ അത്രയും നമ്മൾ പരിപൂർണതയിൽ എത്തിക്കണം. അല്ലാതെ ഞാൻ നാമം ജപിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അത് വായിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് മാത്രമായില്ല. നമ്മൾ എത്രമാത്രം നമ്മുടെ പ്രയത്നം ഭഗവാന്റെ സേവനം നമ്മൾ അത് നിക്ഷേപിക്കുന്നുവോ, നമ്മുടെ കോൺഷ്യസ്നെസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുന്ന സമയത്ത് ഈവൻ നമ്മൾ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നാമം ജപിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എന്തൊക്കെ ഭഗവാന് സേവനം ചെയ്യുക, അല്ല ശ്രവണ കീർത്തന സ്മരണവന്ദന ആ തരത്തിലുള്ള 9 തരത്തിലുള്ള
നവവിധ ഭക്തി പരിശീലിക്കുക. അപ്പൊ ഇതിലൊക്കെ നമ്മുടെ അവബോധത്തെ നമ്മൾ നിക്ഷേപിക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ അവബോധത്തെ നിക്ഷേപിച്ചാൽ മാത്രമേ അതിന് യഥാർത്ഥ ഫലം അതിന് സിദ്ധിക്കത്തുള്ളൂ. മറ്റുള്ള ഈ ദേവാരാധനകൾ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളൊക്കെ എന്ന് വെച്ചാൽ അത് വെറും ചടങ്ങാണ്. അതിനകത്ത് എന്താ പറയാ, അവബോധത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവര് കൈകൊണ്ട് ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, നാവ് കൊണ്ട് മന്ത്രങ്ങൾ അനുഷ്ഠിക്കുന്നു. അതിലുപരി അവിടെ അവബോധത്തെ നിക്ഷേപിക്കുന്ന ഒരു കാര്യമില്ല. പക്ഷെ കൃഷ്ണാവബോധത്തിൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ആചാര്യന്മാര് പഠിപ്പിച്ചു തന്നെ എന്താണ്? അതാണ് കൃഷ്ണാവബോധം. നമ്മുടെ അവബോധത്തോടു കൂടി നമ്മൾ ഭഗവാനെ നമ്മൾ സ്വീകരിക്കണം. അതാണ് സ്മരണ. അതായത് അതാണ് പരിശുദ്ധമായിട്ടുള്ള സ്മരണ എന്ന് പറയുന്നത്. ശുദ്ധമായിട്ടുള്ള സ്മരണ. ആ സ്മരണയിൽ മറ്റൊന്നും പാടില്ല. ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പം അത് ശ്രദ്ധയോടെ കേൾക്കുക. ഭഗവാന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം അത് ശ്രദ്ധയോടെ ഗ്രഹിക്കുക. അതേപോലെ തന്നെ ഭഗവാന്റെ എന്ത് തരത്തിലുള്ള സേവനം ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒരുപാട് തരത്തിലുള്ള സേവനങ്ങളുണ്ട്. ഏത് തരത്തിലുള്ള സേവനം ഭഗവാൻ അനുഷ്ഠിക്കുമ്പോഴും നമ്മുടെ അവബോധം അത്രേ സമയമെങ്കിലും, ഇപ്പൊ നമ്മള് ബുക്ക് വായിക്കുകയാണ്, നമ്മൾ ഭാഗവതം വായിക്കുന്നു, അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുന്നു, അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം വായിക്കുന്നു, അപ്പൊ അല്ലെങ്കിൽ ഇത് ശ്രവിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴാ നമ്മുടെ അവബോധം അതിൽ നിക്ഷിപ്തമായിരിക്കണം, അല്ലെങ്കിൽ നിക്ഷേപിച്ചിരിക്കണം അവിടെ. അല്ലെങ്കിൽ നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ മനസ്സിനെ അറിയാമല്ലോ, വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിനെ അടക്കാൻ. അപ്പൊ അതിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പം മാത്രമേ ഇപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിനെ അടക്കി നമ്മൾ കൃഷ്ണ കോൺഷ്യസിൽ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും വ്യാപരിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഗ്രഹണ ശക്തി നമുക്ക് ശരിയായ വിധത്തിൽ വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ആ സമയത്താണ് അപ്പൊ ഭഗവാനുമായിട്ട് ഭൗതികമായ സത്വഗുണത്തിൽ ഇരുന്നു കൊണ്ട് രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും നമ്മൾ അതിജീവിച്ച് സത്വഗുണത്തിൽ വന്നിട്ട് ആ സത്വഗുണത്തിനെയും അതിജീവിച്ച് അതീന്ദ്രിയ ഗുണത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോന്നും ശരിയായ രീതിയിൽ, പലതും നമ്മൾ കേൾക്കും, നമ്മൾ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളും, ചിലത് നമ്മൾ റിജക്റ്റ് ചെയ്യും. നമ്മൾ ജഡ്ജ് ചെയ്യും ഓരോന്നിനെ കുറിച്ചും. ഓരോ കാര്യങ്ങൾ ഭഗവാന്റെ കാര്യങ്ങളായാലും നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോഴാ, ഓരോ ക്ലാസ്സോ അല്ലെങ്കിൽ എന്തായാലും ശരി, അതൊക്കെ നമ്മൾ അത് ശ്രവിക്കുമ്പോഴേ നമ്മൾ ഓരോന്നിനെ കുറിച്ച് ജഡ്ജ് ചെയ്യും, ഓരോന്ന് കാണുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യും. അപ്പൊ അതൊന്നും അല്ല ആക്ച്വലി കൃഷ്ണ കോൺഷ്യസ് എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം നമ്മുടെ അവബോധത്തെ ആ കൃഷ്ണാവബോധത്തിൽ നമ്മൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന ആ കർമ്മത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെയാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഭൗതികമായി സത്വഗുണം ഉണ്ടായാൽ പോലും അവിടെ ഇതിന്റെ കലർപ്പുണ്ട്, രജോ ഗുണത്തിന്റെ കലർപ്പുണ്ട്. അപ്പൊ അതിനെയാണ് മിശ്ര സത്വം എന്ന് വിളിക്കും. മിശ്ര സത്വം എന്ന് വെച്ചാൽ എന്താണ്? രണ്ടും കൂടെ, രജോ ഗുണവും ഉണ്ട് തമോ ഗുണവും ഉണ്ട്, എല്ലാത്തിനും കൂടെ മിക്സ് ആണ് അല്ലേ? ചില സമയത്ത് രാവിലെ വളരെ നല്ല ഭക്തനായിട്ട് പെരുമാറും, ഉച്ചയ്ക്ക് സ്വഭാവമൊക്കെ മാറും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പാടേ മാറും സ്വഭാവങ്ങളൊക്കെ ഓരോരുത്തരുടെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ? ഒരിക്കലും പാടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കൃഷ്ണാവബോധ പ്രായോഗിക ജീവിതത്തിൽ. നമ്മൾ അങ്ങനെയാണ്, അതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധയോടെ നാമം ജപിക്കുകയും നല്ല നല്ല ഭക്തന്മാരുമായിട്ട് സഹകരിക്കുകയും അവരുടെ ഉപദേശങ്ങൾ തേടുകയും അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ ഭക്തി പരിശീലിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഭക്തിയുടെ മാർഗത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ സത്വഗുണത്തിനെയും, അതായത് മിശ്ര സത്വഗുണത്തെ നമുക്ക് അപ്പൊ അവിടെ അപ്പൊ വിശുദ്ധ സത്വഗുണത്തിലായാലും ഭൗതിക ഗുണങ്ങളിൽ നിന്നും മുക്തരാകാം. ഭൗതിക ഗുണങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ, നമുക്കിപ്പം 10ാമത്തെ അധ്യായത്തിൽ, ഇപ്പൊ 9ാമത്തെ അധ്യായം വരെ, 9ാമത്തെ സ്കന്ധം വരെ ശ്രീമദ് ഭാഗവതത്തിൽ എല്ലാം ഭഗവാനും തന്റെ ഭക്തന്മാരുമായിട്ടുള്ള ലീലകളാണ്. എന്നിട്ട് 10ാമത്തെ അധ്യായത്തിലാണ് ഭഗവാൻ യഥാർത്ഥ രാസലീലയൊക്കെ വർണ്ണിച്ചിരിക്കുന്നത് അല്ലെ, ശുകദേവ ഗോസ്വാമി. അപ്പൊ നമുക്ക് അവിടെ നേരിട്ട് ഈ രാസലീലയൊക്കെ നമ്മൾ ആൾക്കാർ വായിക്കുകയാണെങ്കിൽ, 10ാമത്തെ സ്കന്ധം തുറന്നു വെച്ച് അതൊക്കെ വായിക്കുകയാണെങ്കിൽ അതിന് നമുക്കൊരു തെറ്റായ ധാരണ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജഡ്ജിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പല രീതിയിലും അതിനെ ജഡ്ജ് ചെയ്യും. അപ്പൊ അത് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി, അതൊക്കെ വളരെ ഒഫൻസീവായിട്ടുള്ള ചിന്താഗതികളാണ്, ജഡ്ജിമെന്റ് ആണ്. അപ്പോ അതിനുവേണ്ടി നമ്മൾ ഭഗവാന്റെ പാദങ്ങളെ മുതൽ നമ്മൾ സേവിക്കാൻ തുടങ്ങണം അല്ലെ, അല്ലെങ്കിൽ
ഭഗവാന്റെ പാദങ്ങളെന്ന് നമ്മൾ പിന്നെ എന്താ പറയാ പറയുന്ന അല്ലെങ്കിൽ സങ്കല്പിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിന്റെ ഫസ്റ്റ് ക്യാൻറ്റോ മുതൽ നമ്മൾ വായിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ഭഗവാന്റെ ലീലകളെയും കർമ്മങ്ങളെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് വിശുദ്ധ സത്വം വരുന്നത്. അതായത് ഈ ഭഗവാന്റെ ലീലകളെയും അനുഭവിക്കുന്നതിനുള്ള അന്തരീക്ഷം, അതായത് യോജിച്ച അന്തരീക്ഷം എന്ന് പറയുന്നതിനെ വിശുദ്ധ സത്വം എന്ന് പറയും. നമ്മൾ ആ സത്വഗുണത്തിലേക്ക് വന്നിട്ട് അതിനെ അതിക്രമിച്ച് വിശുദ്ധ സത്വത്തിലേക്ക് വരണം. ഭഗവാൻ തന്നെ വിശുദ്ധ സത്വമാണ്. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം. അപ്പൊ അതാണ്. അപ്പൊ ആധ്യാത്മിക വൈവിധ്യം ആധ്യാത്മിക വൈവിധ്യം ഭൗതിക വ്യവസ്ഥകളിൽ അതിനകത്തുനിന്ന് മുക്തമാണ്. ഇപ്പം നമ്മൾ പറയത്തില്ല, അതായത് ആത്മീയമായിട്ട് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ. അതാണ് ഒരേ സമയം, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വം എന്ന് പറയുന്നത് അഭേദ തത്വം. അത് തന്നെ അതിനകത്ത് വൈരുദ്ധ്യം എന്നാണ് പറയുന്നത്. കാരണം ഒരേ സമയം ഭിന്നമാണ്, ഒരേ സമയം അഭിന്നവുമാണ്. അപ്പൊ അത് നമ്മൾ എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മളും ആ ശുദ്ധമായ സത്വഗുണത്തിലേക്ക് ഉയർന്നു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സംവിത് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഭഗവാന്റെ ശക്തിയുടെ ബലത്തിൽ ഭഗവാനും അവിടുത്തെ ഭക്തന്മാരും ഒരേ സമയം ക്ലാദിനി ശക്തി അനുഭവിക്കും. അപ്പം ഈ സംവിത് എന്ന് പറയുന്നത്, അതായത് ജ്ഞാനം, യഥാർത്ഥത്തിൽ നമുക്ക് ആ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കൈവരുമ്പോഴാണ്, അല്ലേ, അപ്പോഴാണ് ആ ജ്ഞാനത്തിലൂടെ ഭഗവാൻ ആരാണ്, അതാ നേരത്തെ പറഞ്ഞത്, ജന്മകർമ്മശമേ ദിവ്യം, എന്റെ ദിവ്യമായ ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും മനസ്സിലാക്കുക. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഒരു ഭക്തൻ മനസ്സിലാക്കുമ്പോഴും ആ ഭക്തന്മാരും, അതായത് സംവിത് ശക്തിയുടെ ബലത്തിലാണ് നമ്മളും മനസ്സിലാക്കുന്നത്, അല്ലെ, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. അപ്പൊ എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടം ഭഗവാനാണ്. സച്ചിത് ആനന്ദം, ഭഗവാൻ സച്ചിദാനന്ദനാണ്. എല്ലാ സച്ചിത്ത് എന്ന് വെച്ചാൽ അതാണ് സംവിത്. അപ്പം ആ ഭക്തന്മാരും ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഭക്തന്മാരും ആ ഹ്ലാദിനി ശക്തിയുടെ ആനന്ദം അനുഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തന്മാരൊക്കെ ഒരുപാട് ആനന്ദം അനുഭവിക്കുന്നവരാണ്. എങ്ങനെ? ആത്മീയ ശക്തി അവർ ആർജിച്ചെടുത്ത് അവര് ഭഗവാന്റെ ലീലകൾ കണ്ടും അറിഞ്ഞും കേട്ടും അതുപോലെ അതിനെ ആവർത്തിച്ചും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തും ഒക്കെ അവര് അതിന്റെ ആനന്ദം അനുഭവിക്കുന്നവരാണ്. അതിനും ഹ്ലാദിനി, ആ ജ്ഞാനം നേടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ ഹ്ലാദിനി ശക്തിയുടെ ആനന്ദം നമ്മളും അനുഭവിക്കുന്നത്, ഒരു ഭക്തനും അനുഭവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഭൗതിക പ്രകൃതിയില് നമ്മുടെ ജീവാത്മാക്കളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ്. അപ്പം ഈ ഭഗവാനെ ഒന്നും ഈ ത്രിഗുണങ്ങളൊന്നും ബാധിക്കില്ല. ഭഗവാനെ ത്രിഗുണങ്ങൾ ബാധിക്കില്ല. അതോടൊപ്പം തന്നെ ഭഗവാനെ ഈ നമ്മള് വേദശാസ്ത്രങ്ങളിലൊക്കെ ഭഗവാനെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ശ്രീമദ് ഭാഗവത്തില് കൃഷ്ണൻ പറയുന്നുണ്ട് 11ാമത്തെ സ്കന്ധത്തില്, സത്വം രജസ് തമ ഇതി ഗുണ ജീവസ്യ നൈവമേ. അതായത് സത്വരജസ് തമോ ഗുണങ്ങൾക്ക് ജീവാത്മാക്കൾ ബന്ധപ്പെട്ടതാണ്, പക്ഷെ ഞാനുമായിട്ട് ഒരിക്കലും ഈ ഗുണങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അല്ലെ? അപ്പൊ ഭൗതിക ലോകത്തിലേക്ക് നാം ഈ ഒരു ജീവാത്മാവ് വരുമ്പം അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഗുണത്തിൽ അധിഷ്ഠിതമായിരിക്കും. പിന്നെ ഭക്തിയുത സേവനത്തിലേക്ക് വരുമ്പോഴാ പൂർണ്ണമായും നമ്മൾ ആ സത്വഗുണത്തെ കൂടെ അതിജീവിക്കുന്ന കാര്യം അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ വിഷ്ണു പുരാണത്തിലും പറയുന്നുണ്ട്, അതായത് വിഷ്ണു ഭഗവാൻ സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അതീതനാണ്, ത്രിഗുണങ്ങൾ അദ്ദേഹത്തിൽ നിലകൊള്ളുന്നില്ല. അതുപോലെ തന്നെ വിശുദ്ധ സത്വത്തിൽ അദ്ദേഹം സ്ഥിതി ചെയ്യുന്നു, അദ്ദേഹം ആദിപുമാനാണ്. ആ നാരായണൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. അപ്പൊ ഭഗവാന്റെ യഥാർത്ഥ നില എന്ന് പറയുന്നത് വിശുദ്ധമായ സത്വമാണ്. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവത്തിലും പറയുന്നുണ്ട്, വിശുദ്ധ സത്വം തവനാമ ശാന്തം തപോമയം രജസ്തമസ്കം മയാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേ ഗ്രഹണാനുബന്ധ. ഭഗവാനെ അങ്ങയുടെ ധാമം ത്രിഗുണങ്ങളാൽ ഒരിക്കലും അസ്വസ്ഥമാകപ്പെടാത്ത വിശുദ്ധ സത്വമാണ്. ഇപ്പൊ ഗോലോക വൃന്ദാവനം, വൈകുണ്ഠധാമം, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും ത്രിഗുണം, ഈ ഭൗതിക ലോകത്ത് മാത്രമേ ഉള്ളൂ ത്രിഗുണങ്ങൾ.
അല്ല ഒരിക്കലും ഭഗവാനെയോ അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തെയോ ഈവൻ വൃന്ദാവനത്തെയോ അതുപോലെ മായാപൂർ ധാമത്തിൽ ഇതൊന്നും ഈ മറ്റ് ഗുണങ്ങളൊന്നും ഭൗതിക പ്രകൃതി ഗുണങ്ങളൊന്നും അവിടെ ബാധിക്കില്ല. പിന്നെ അവിടുത്തെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അങ്ങയുടെ പാദങ്ങൾക്കുള്ള ഭക്തിഭരിത സേവനങ്ങളാണ്. പിന്നെ അതുപോലെ ഈ ഭക്തന്മാര് വിശുദ്ധിയും കഠിനവ്രതവും തപസ്സും ഒക്കെ ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാല് രജസിന്റെയും തപസ്സിന്റെയും ഒക്കെ മാലിന്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകാൻ വേണ്ടിയാണ്, അല്ലേ? അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതി മലിനപ്പെട്ടതാണ്. അതായത് ഭഗവാന്റെ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് അത് പിന്നെന്താ പറയാ വിശുദ്ധമല്ല, അല്ലെങ്കിൽ പൂർണ്ണമായും സത്വഗുണത്തിലല്ല. അതിനകത്ത് തമോ ഗുണവും രജോ ഗുണവും എല്ലാം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതിനകത്തു നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഭഗവാന്റെ സേവനങ്ങളിൽ ഏർപ്പെട്ട് ശാശ്വത സേവകരായിട്ട് നിലകൊള്ളണം. അപ്പോഴാണ് നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. ഈ തടസ്ഥ ശക്തി എന്ന് പറയുന്നത് പിന്നെ ഭഗവാന്റെ അതായത് ഭഗവാന്റെ ഭൗതിക ലോകത്തുള്ള സത്വരജസ് തമോ ഗുണങ്ങൾ എന്ന് പറയുന്നത് അത് പിന്നെ എന്താണ് ചിന്താശീലത എന്ന് പറയുന്ന സത്വഗുണം, പ്രവൃത്തി എന്ന് പറയുന്ന രജസ്, നിഷ്ക്രിയത എന്ന് വെച്ചാൽ തമസാണ്. അതായത് നമ്മളിപ്പം നമുക്കൊരാളെ കാണുമ്പോൾ അറിയാം സത്വഗുണത്തിലാണോ രജോ ഗുണത്തിലാണോ തമോ ഗുണത്തിലാണോ എന്ന്. അതായത് നിഷ്ക്രിയത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലാതെ അലസമായിട്ട് ഉറങ്ങുകയും അതുപോലെ തന്നെ വെറും എല്ലാത്തിനെയും ഒരു എന്താ പറയാ മന്ദതാബോധത്തോടു കൂടിയൊക്കെ കാണുന്നവർ, അവരെ അന്നേരം നമുക്ക് മനസ്സിലാക്കും ഇവര് തമോ ഗുണത്തിലുള്ളതാണെന്ന്. അതുപോലെ രജോ ഗുണം എന്ന് വെച്ചാൽ എന്താണ്? വളരെ അവര് പ്രവൃത്തിയിൽ വളരെ എന്താ പറയാ നിഷ്കർഷയായിരിക്കും. പക്ഷെ ഞാൻ എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും ഉടൻ എനിക്ക് അതിന്റെ ഫലം കിട്ടണം. ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ പോലും എനിക്ക് അതിൽ നിന്ന് അതിന്റെ നന്മയുണ്ടാകണം. പിന്നെ അതുപോലെ സത്വഗുണത്തിലുണ്ട് എന്താണ് വരുന്നത്? ചിന്താശീലത. അപ്പൊ ചിന്താശീലത എന്ന് പറയുന്ന സത്വഗുണത്തിലും പ്രവൃത്തി എന്ന് പറയുന്ന രജസ്, നിഷ്ക്രിയത എന്ന് പറയുന്നത് തമസുമാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ഗുണാവിഷ്കാരങ്ങൾക്കും മീതെയാണ് വിശുദ്ധ സത്വം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് മുന്നിട്ട് നിൽക്കുന്ന എന്താണ്? സാന്തിനി ശക്തി. അപ്പം അവിടെ സാന്തിനി എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാന്റെ ശാശ്വതമായിട്ടുള്ള അസ്തിത്വം. അപ്പൊ ഈ സാന്തിനി ശക്തി മുന്നിട്ട് നിൽക്കുമ്പോൾ സർവ്വതിന്റെയും അസ്തിത്വം അനുഭവവേദ്യമാകാം നമുക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈവൻ ജീവാത്മാക്കളുടെ ആയാലും ഇപ്പൊ നമ്മൾ ഭഗവാൻ പറയുന്നു മമൈ വാംശോ ജീവലോകെ ജീവഭൂത സനാതന, അല്ലെ? എല്ലാ ജീവാത്മാക്കളും എൻ്റെ അംശങ്ങളാണ്. പക്ഷെ അവര് ഭൗതിക ലോകത്ത് വന്ന് ഇങ്ങനെ ജനന മരണ ചക്രത്തിൽ, അല്ലെങ്കിൽ അവര് വിശേഷിച്ച് ഭൗതിക പ്രകൃതിയുടെ ഈ വിവിധ ഗുണങ്ങളിൽ ഏർപ്പെട്ട് ഇരിക്കുമ്പോഴാ നമുക്ക് എന്താ പറയാ അത്യന്തം അതായത് പിന്നെ സാന്തിനി ശക്തി മുന്നിട്ട് നിൽക്കുമ്പോഴാണ് എല്ലാത്തിൻ്റെയും, അതായത് ജീവാത്മാക്കളുടെ ആവട്ടെ അതിൻ്റെയും അസ്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ജീവാത്മാക്കൾക്കും ശാശ്വതമായ അസ്തിത്വം ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഭൗതിക ലോകത്ത് എങ്ങനെയോ വന്നുപെട്ടു, നമ്മൾ വീണ്ടും ഭൗതിക ലോകത്തെ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടു പോയതാണ് ഏതോ കാലയളവില്. അപ്പം സംവിത് ശക്തിയാൽ പ്രബലമാകപ്പെടണം. അപ്പം അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അതീന്ദ്രിയ ജ്ഞാനത്തിൽ. ആ അതീന്ദ്രിയ ജ്ഞാനം എങ്ങനെയാണ് നമുക്ക് കൈവരുന്നത്? അതീന്ദ്രിയ ജ്ഞാനം നമ്മൾ ആചാര്യ പരമ്പരയിൽ കൂടി കൈമാറുന്ന, അതുപോലെ വിവിധ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ. അതാണ് ശ്രീല പ്രഭുപാദ പറയുന്ന ബുക്സ് ആർ ദ ബേസിസ്. അതായത് നമ്മളെ പ്രഭുപാദ എഴുതിയ ബുക്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മൾ വായിക്കുന്ന ചൈതന്യ ചരിതാമൃതമാവട്ടെ, ശ്രീമദ് ഭാഗവതമാകട്ടെ, ഭഗവത്ഗീതയാകട്ടെ, ഇതെല്ലാം ആചാര്യന്മാർ എഴുതിയതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ വായിച്ച്, നമ്മളെ പോലുള്ള വ്യഥ ജീവാത്മാക്കൾ വായിച്ചും അറിഞ്ഞും അതിലെ ജ്ഞാനം അവരിൽ നിന്ന് ശ്രവിച്ചുമൊക്കെയാണ് നമുക്ക് ആ സാന്തിനി ശക്തിയെ നമ്മുടെ ജീവിതത്തിലും അത് പ്രബലമായി വരുന്നത്. പിന്നെ ക്ലാദിനി ശക്തിയാൽ പ്രബലമാകുമ്പോ എങ്ങനെയാണ്? ആദ്യം നമ്മള് ജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞു, അസ്തിത്വത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞു, ഇനി ആനന്ദം, അതായത് ക്ലാദിനി ശക്തി. ക്ലാദിനി ശക്തി എന്ന് പറയുന്നത് അത് പ്രബലമാക്കപ്പെടുമ്പോൾ അതാണ് ഗോപ്യമായ, ഗോപ്യം എന്ന് വെച്ചാൽ രഹസ്യമായിട്ടുള്ള കൃഷ്ണ പ്രേമം, ഭഗവത് പ്രേമം നമുക്കുള്ളിൽ അനുഭവപ്പെടും. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, നമ്മളെല്ലാം എന്താ പറയാ വൈദിക ഭക്തി അഥവാ സാധന ഭക്തി പരിശീലിക്കുന്നവരാണ്.
നമ്മൾ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നു, നിഷ്കർഷമായി 16 മാല ജപിക്കുന്നു, നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലായാലും നമ്മുടെ എല്ലാത്തിലും വളരെ നിഷ്കർഷയോടുകൂടി നമ്മൾ കൃഷ്ണാവബോധം പരിശീലിക്കുന്നവരാണ്. അതാണ് വൈദിക ഭക്തി അഥവാ സാധന ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ സാധന ഭക്തി നമ്മൾ പ്രബലമാകുമ്പോൾ അപ്പൊ അങ്ങനെയാണ്, അപ്പൊ അന്നേരം നമ്മുടെ മനസ്സില് ഈ പിന്നെ എന്താ പറയാ ഒരു അനുരാഗം ഭഗവാനോട്, അതാണ് രാഗാനുഗ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ ഗോപ്യമായിട്ട് കിടക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ കൃഷ്ണാവബോധം ഉണ്ടെന്ന് എപ്പോഴും പറയല്ലോ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കൃഷ്ണാവബോധം ഉണ്ട്, ഭഗവാനോടുള്ള സ്നേഹവും പ്രേമവും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ കവർ ചെയ്തപ്പെട്ട് ഒരുപാട് ലേയേഴ്സ് ഓഫ് എന്താ പറയാ കർമ്മ അതെല്ലാം ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തത്, നമ്മുടെ ഈ ഭൗതിക അസ്തിത്വത്തിന്റെ ആ ഒരു നിലയിൽ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് ക്രമേണ അതീന്ദ്രിയമായിട്ടുള്ള ആ ഒരു അസ്തിത്വത്തിലേക്ക് പതുക്കെ വരുമ്പോഴാണ് ഗോപ്യമായിട്ടുള്ള ഭഗവത് പ്രേമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഒരുമിച്ചുള്ള ആവിഷ്കാരമാണ് വിശുദ്ധ സത്വം എന്ന് പറയുന്നത്. അത് ഭഗവത് സാമ്രാജ്യത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട സവിശേഷത തന്നെയാണ്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി ഇപ്പൊ നമ്മളിപ്പോ 3 ശക്തികളെ കുറിച്ച് പറഞ്ഞു. അപ്പം നിരപേക്ഷ സത്യം അഥവാ എന്താണ് പരമസത്യം അല്ലെങ്കിൽ പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന ഭഗവാൻ എന്ന് പറയുന്നത് 3 ശക്തികളിൽ പ്രകടമാകുന്ന യഥാർത്ഥ സത്തയാണ്, യാഥാർത്ഥ്യമാണ് ഭഗവാൻ. നമ്മുടെ ഈ ഭൗതിക ശരീരമൊന്നും യാഥാർത്ഥ്യമല്ല. ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഭഗവാന്റെ ശക്തിയാണെങ്കിൽ പോലും ഇതൊക്കെ എന്താണ് നശ്വരമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് യാഥാർത്ഥ്യം തന്നെയാണ് ഒരു പരിധി വരെ, പക്ഷെ ഇത് നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഇതിനൊക്കെ നാശം സംഭവിക്കും. നമ്മുടെ ശരീരത്തിനാവട്ടെ ഈ ഭൗതിക പ്രകൃതിക്കാവട്ടെ ഇവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം. അപ്പം പക്ഷെ ഭഗവാൻ എന്ന് പറയുന്നത് രവേഷ സത്യം എന്ന് പറയുന്ന ഈ 3 ശക്തികളെല്ലാം കൂടെ പ്രകടമാകുന്ന യാഥാർത്ഥ്യത്തിന്റെ സത്തയാണ്. അപ്പൊ അങ്ങനെ അന്തരംഗ ശക്തിയുടെ പ്രകടനം, അന്തരംഗ ശക്തി എന്ന് പറയുന്നത് ആക്ച്വലി രാധാറാണിയാണ്. അപ്പം അന്തരംഗ ശക്തിയുടെ പ്രകടനം എന്താ പറയാ ആധ്യാത്മിക ലോകവും തടസ്സ ശക്തിയുടെ ആവിഷ്കാര ജീവസത്തകളും ബാഹ്യശക്തിയുടെ ആവിഷ്കാര ഭൗതിക പ്രപഞ്ചവും തമ്മിൽ പോലെ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വൈവിധ്യമാർന്ന ഒരു ലോകമാണ് ഈ ഭൗതിക ലോകം നമ്മൾ ഇന്ന് കാണുന്നത്. പക്ഷേ ആധ്യാത്മിക ജീവിതം അല്ലെങ്കിൽ ആധ്യാത്മിക ലോകം എന്ന് പറയുന്നതും തടസ്സ ശക്തിയുടെ ആവിഷ്കാരം, ജീവസത്തകള്, ബാഹ്യശക്തിയുടെ ആവിഷ്കാരം, ഇതെല്ലാം അന്തരംഗ ശക്തിയുടെ ആവിഷ്കാരം ആധ്യാത്മിക ലോകവും ഭൗതിക ശക്തിയുടെ ആവിഷ്കാരം എന്താണ് ഈ പറഞ്ഞ ജീവസത്തകളും ബാഹ്യശക്തിയുടെ ആവിഷ്കാരമുള്ള ഭൗതിക പ്രത്യക്ഷ പ്രപഞ്ചവുമാണ്. അപ്പം അവിടെ ഈ തത്വങ്ങളെല്ലാം പരമസത്യത്തിലും ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ തത്വങ്ങളെല്ലാം തന്നെ പരമതത്വത്തിലും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പരമപുരുഷനായ സ്വയം ഭഗവാൻ അവിടുത്തെ ആന്തരിക ശക്തി, തടസ്ഥ ശക്തി, ബഹിരംഗ ശക്തി എന്ന് പറയുന്ന ഈ ശക്തികളൊക്കെ ഭഗവാൻ അസംഖ്യം ശക്തികളുണ്ട്. അതായത് എന്താ പറയാ നമ്മൾ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ടല്ലോ, അതായത് നാംനാമകാരി ബഹുത നിജ സർവശക്തി. ഭഗവാനെ അങ്ങയുടെ തിരുനാമത്തിൽ അസംഖ്യം ശക്തികളെ ആവാഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് അസംഖ്യം ശക്തികളുണ്ട് ഭഗവാന്റെ നാമത്തിൽ. അതുപോലെ തന്നെ ഭഗവാൻ അത്രമാത്രം ശക്തികളുടെ ഉറവിടമാണ്. പക്ഷെ മെയിനായിട്ട് 3 ശക്തികളെയാണ് നമ്മൾക്ക് അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഉൾപ്പെടും. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. അപ്പോ ഭഗവാൻ അവിടുത്തെ സ്വയം രൂപം വൈഭവ പ്രകാശം വിസ്തരണങ്ങളാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്ന അന്തരംഗ ശക്തിയെ ആസ്വദിക്കാൻ വേണ്ടി സ്വയം രൂപമായിട്ടും വൈഭവ പ്രകാശമായിട്ടും ഒക്കെ വരുന്നു. എന്താണ് ഈ സ്വയം രൂപ വൈഭവ പ്രകാശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സ്വയം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീലാരൂപമാണ്. അതായത് വൃന്ദാവനവാസികളുമായിട്ട് വൃന്ദാവനത്തിൽ തന്നെയുള്ള ഭഗവാന്റെ രൂപം. ഇപ്പൊ വൃന്ദാവനവാസികളൊക്കെ ആയിട്ട് ഭഗവാൻ വൃന്ദാവനത്തിൽ എങ്ങനെയായിരുന്നു ഭഗവാൻ ഒരു രൂപം ഉണ്ടായിരുന്നത്, അതാണ് സ്വയം രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വയം രൂപത്തെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പ്രഭാവം, വൈഭവം. അപ്പൊ ഈ പ്രഭാവം, വൈഭവം, പിന്നെ അത് കഴിഞ്ഞ് അത് സ്വയം രൂപമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഈ സ്വയം രൂപം എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിപരമായ രൂപമാണ് ഭഗവാന്റെ. ഇപ്പൊ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോഴാ ഇപ്പൊ നമ്മൾ ഗോലോക വൃന്ദാവനത്തിലായാൽ പോലും
വൃന്ദാവനത്തിലായാൽ പോലും നമ്മുടെ മനസ്സിലുള്ള ശ്യാമസുന്ദര രൂപം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലായി? അതാണ് പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സദാ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരം അചിന്ത്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം. അതായത് നമുക്ക് ഭഗവാന്റെ ആ പ്രേമത്തിന്റെ കണ്ണുകൾ, അഞ്ജനമെഴുതിയ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോഴാണ്, ഭക്തൻ നോക്കുമ്പോഴാണ് ആ ശ്യാമസുന്ദര രൂപം മനസ്സിൽ പ്രതിഷ്ഠിതമാകുന്നത്. അപ്പൊ അതേ രൂപമാണ്, അതാണ് സ്വയം രൂപം എന്ന് പറയുന്നത്. ഭഗവാന്റെ വൃന്ദാവനത്തിൽ പ്രത്യക്ഷപ്പെട്ട രൂപമാകട്ടെ, ഗോലോക വൃന്ദാവനത്തിലെ രൂപമാകട്ടെ, ഇതെല്ലാം ഭഗവാൻ സ്വന്തം വ്യക്തിപരമായിട്ട് ഉള്ള രൂപമാണ്. പിന്നീട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പ്രഭാവം, വൈഭവം. പിന്നീട് ഇതിനെ തദേകാത്മ രൂപം എന്ന് പറയുന്നുണ്ട്, ആവേശ രൂപം എന്ന് പറയുന്നുണ്ട്. അതായത് ഇതൊക്കെ മറ്റു ഭഗവാന്റെ രൂപങ്ങളാണ്. അപ്പൊ ഇതിന് ചിലപ്പോ ഭഗവാനെ മനസ്സിലാക്കാൻ ചിലർക്ക് എന്താ പറയാ കഴിയാത്ത ആൾക്കാര് ഭഗവാന്റെ എല്ലാ രൂപങ്ങളെയും, അതായത് ഇപ്പം ഭഗവാൻ ഒരുപാട് വിസ്തരണങ്ങളുണ്ട്, ഒരുപാട് രൂപങ്ങളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പൂർണ്ണമായിട്ടും എല്ലാത്തിനെയും മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് കൃഷ്ണനെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപം. അപ്പൊ അതാണ് സ്വയം രൂപം. കൃഷ്ണനെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ വൃന്ദാവനത്തിലെ ഗോപികമാരാവട്ടെ, അല്ലെങ്കിൽ ഭഗവാന്റെ മാതാപിതാക്കൾ, ഇവരൊക്കെ ഭഗവാൻ എന്ന് പറയുന്ന ആ രൂപത്തെ, അദ്ദേഹത്തെ അത്രമാത്രം അവര് സ്നേഹിച്ചു. അവർക്ക് പിന്നീട് ഇതിന് മറ്റു രൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിന് മറ്റു ആവിഷ്കാരങ്ങൾ ഉണ്ടെന്നൊന്നും അവരുടെ മനസ്സിലില്ല. അവരത്രയും വ്യക്തിപരമായിട്ട് നേരിട്ട് ഭഗവാനെ മനസ്സിലാക്കിയതാണ്. ഇത് എൻ്റെ മകനാണ്. ആ പല രൂപത്തിലും ഭാവത്തിലുമാണെങ്കിലും ഇത് കൃഷ്ണൻ എൻ്റെ മകനാണ്. മാതാപിതാക്കൾ വിചാരിക്കും, ഗോപന്മാർ വിചാരിക്കുന്നത് എന്താണ്, ഭഗവാൻ എൻ്റെ സുഹൃത്താണ്. പിന്നെ അതുപോലെ തന്നെ ഗോപികമാരെന്താ ചിന്തിക്കുന്നത്, ഭഗവാൻ ഞങ്ങളുടെ പ്രേമഭാജനമാണ്. അപ്പൊ ആ രീതിയിൽ അവര് വ്യക്തിപരമായിട്ടാണ് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ നേരിട്ട് മനസ്സിലാക്കുന്ന രൂപമാണ്, അപ്പൊ വ്യക്തിപരമായ രൂപമാണ്. അതാ തദേകാത്മയും സ്വയം രൂപത്തെ പോലെ തന്നെയാണ്. തദ് ഏകാത്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലാം ഒന്ന് മാത്രം, ഒരേപോലെ ഒരാള്, ആ ഒരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആണ് ഡിവോട്ടികൾ അദ്ദേഹത്തെ പരിചരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് എന്താ സ്വയം രൂപത്തെ പോലെ തന്നെയാണ് തദേകാത്മാവും. പിന്നെ എന്നാലും ശാരീരികമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇപ്പൊ തദേകാത്മയായാലും സ്വയം രൂപം. അപ്പം ഭഗവാൻ എന്താ പറയാ ഓരോരുത്തരുടെ അടുത്ത് ഭഗവാന്റെ ഇപ്പൊ നമ്മൾ പറയല്ലോ ലീലകള്, ഭഗവാൻ ലീലകള് ചെയ്യുമ്പോഴാ ഇപ്പം ഗോപികമാരുടെ അടുത്ത് ഓരോ രസത്തിലാണ് അല്ലെ. ഇപ്പം ഗോപികമാരുടെ അടുത്ത് മാധുര്യ രസത്തിലാണെങ്കിൽ ഗോപന്മാരുടെ അടുത്ത് സഖ്യരസത്തിലായിരിക്കും, മാതാപിതാക്കളുടെ അടുത്ത് എന്താ വാത്സല്യ രസത്തിലായിരിക്കും, അതുപോലെ ഭക്തന്മാരുടെ അടുത്ത് ദാസരസത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ അതാണല്ലോ വ്യത്യാസം. അപ്പം അതാണ് ഒരു ശാരീരികമായിട്ടുള്ള ഒരേ വ്യക്തിയാണെങ്കിൽ പോലും ഇപ്പൊ ഗോപികമാര് ചെല്ലുമ്പോ ഭഗവാനെ ആലിംഗനം ചെയ്യുന്നത് കാമുകനായിട്ടാണ് അല്ലെ. അപ്പൊ അതേപോലെ മാതാപിതാക്കളുടെ അടുത്ത് ചെല്ലുമ്പോ എൻ്റെ കുട്ടി എന്നുള്ള രീതിയിലാണ് അവർ ആലിംഗനം ചെയ്യുന്നത് ഭഗവാനെ, മാതൃവാത്സല്യത്തോടുകൂടി. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് ഉള്ളത്. പിന്നെ തദേകാത്മ രൂപം എന്ന് വെച്ചാൽ സാംശയുണ്ട്, വിലാസയുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ പ്രഭാവവും ഉണ്ട്, വൈഭവവും ഉണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് രാസലീലയ്ക്കകത്ത് ഭഗവാൻ ഗോപികമാര് ആയിട്ട് രാസനൃത്തം ചെയ്യുന്ന സമയത്ത് ഓരോ ഗോപികമാരുടെ കൂടെ ഭഗവാൻ ഉണ്ടാകും. എല്ലാം ഒരേപോലെ ഇരിക്കും, പക്ഷെ എല്ലാ ഗോപികമാരുടെയും കൂടെ ഭഗവാൻ ഉണ്ടാകും. അതാണ് വൈഭവം എന്ന് പറയുന്നത്. പ്രഭാവം, വൈഭവം എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോ എവിടെ നോക്കിയാലും ഭഗവാൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ ഈ യോഗികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടാംഗ യോഗ സിദ്ധികളൊക്കെ ചെയ്യുന്ന യോഗികളുണ്ട്. അവരൊക്കെ അവരുടെ ശരീരത്തെ 8 രൂപത്തിൽ വിസ്തരിക്കും. 8 രൂപ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ സിദ്ധി കൈവരുന്ന സമയത്ത് അവര് അതിന് 8 വിധത്തിലാണ് അവര് അതിനെ വിസ്തരിക്കുന്നത്. അപ്പോ കൃഷ്ണൻ എന്ന് പറയുന്നത് വിസ്തരിക്കുമ്പോഴെന്ന് വെച്ചാൽ പക്ഷെ എല്ലാം ഒരേ വ്യക്തികൾ തന്നെയാണ്. മനസ്സിലായോ? മറ്റേ യോഗികൾ വിസ്തരിക്കുന്നത് പോലല്ല. നാരദമുനി ഒരിക്കലും ദ്വാരകയിൽ ചെന്നപ്പം അദ്ദേഹം വിസ്മയിച്ചു പോയി ഈ ഭഗവാന്റെ ഈ വിസ്തരണം കണ്ടിട്ട്. അതായത് 16,108 ഭാര്യമാര്, ഇവർക്കെല്ലാം ഓരോ കൊട്ടാരം, അതെല്ലാം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ തന്നെ, ദ്വാരകയിൽ തന്നെ.
അപ്പം അദ്ദേഹം ഓരോരുത്തടുത്ത് ചെല്ലുമ്പം ഭഗവാൻ ഓരോ വ്യത്യസ്തമായ കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് ചെല്ലുമ്പം അദ്ദേഹം തൻ്റെ പുത്രന്മാരുമായിട്ട് കളിക്കുന്നു. ഒരിടത്ത് ചെല്ലുമ്പം ഒരു ഗ്രഹനാഥൻ എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഒരിടത്ത് ചെല്ലുമ്പം പിന്നെ ദാനം നൽകുന്നു. ഒരിടത്ത് ചെല്ലുമ്പം പൂജ ചെയ്യുന്നു. ഒരിടത്ത് ചെല്ലുമ്പം ധ്യാനത്തിലിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തടുത്തും പോകുമ്പം ഭഗവാനാണെങ്കിൽ എല്ലാവരെയും വ്യത്യസ്തമായ ആ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഭാവത്തിൽ ഭഗവാനെ കണ്ടു. അതാണ് ഭഗവാന്റെ വൈഭവം എന്ന് പറയുന്നത്. അഥവാ പ്രഭാവം. അപ്പൊ നാരദമുനി എന്ത് ചെയ്തു? അദ്ദേഹം ഇങ്ങനെ വളരെ വിസ്മയിച്ചു പോയി അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഈ പിന്നെന്താ അഷ്ടാംഗ യോഗികള് 8 തരത്തിലുള്ള അവരുടെ ആ രൂപത്തിൽ കണ്ടൊന്നും അദ്ദേഹത്തിന് വിസ്മയം ഉണ്ടായില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പക്ഷേ ഭഗവാൻ ദ്വാരകയിൽ ഭഗവാൻ ഇങ്ങനെ എത്രമാത്രം വിസ്തരണമാണ്, അങ്ങോട്ട് കണ്ടാൽ തീരുന്നില്ല. എത്രമാത്രം വിസ്തരണത്തില ഭഗവാൻ ഓരോ കർമ്മങ്ങൾ ചെയ്തപ്പോ നാരദമുനി തന്നെ അദ്ദേഹം വിസ്മയിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് വളരെ അതായത് ആ സ്വയം രൂപ, ഭഗവാന്റെ വ്യക്തിപരമായിട്ടുള്ള രൂപം, അതിനകത്ത് തദേകാത്മം, അതുപോലെ തന്നെ പ്രഭാവം, വൈഭവം, അങ്ങനെയൊക്കെയുള്ള പല രൂപത്തിലും അതുപോലെ ഭാവത്തിലും വിസ്തരണത്തിലുമാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാരോടൊപ്പം ലീലകൾ ആടുന്നത്. അപ്പൊ അതാണ് സ്വയം രൂപം, വൈഭവ പ്രകാശം, അങ്ങനെയുള്ള വിസ്തരണങ്ങൾ. ഇതെല്ലാം അന്തരംഗ ശക്തിയുടെ നേരിട്ടുള്ള ആസ്വാദകർ തന്നെയാണ്. അന്തരംഗ ശക്തിയിൽ കൂടിയാണ് ഭഗവാൻ ഇതെല്ലാം ആസ്വദിക്കുന്നത്, അല്ലെ? ഇപ്പൊ രാസലീലയാവട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈ ഗ്രഹങ്ങള്, ഭഗവാന്റെ ഗ്രഹം എന്ന് വെച്ചാൽ വീട്, ധാമം, അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇവരോടെല്ലാം ഭഗവാന് ആ ഓരോരുത്തരുടെയും രസം അനുസരിച്ച് അവരവരുടെ രസം അനുസരിച്ച്, ഇപ്പം വാത്സല്യ രസമാണോ, സഖ്യരസമാണോ, അല്ലെങ്കിൽ പിന്നെ മാധുര്യ രസമാണ്, ആ രസം അനുസരിച്ചാണ് അവരോട് പിന്നെ അദ്ദേഹം ഇതൊക്കെ ആസ്വദിക്കുന്ന അന്തരംഗ ശക്തിയുടെ സഹായത്തോടു കൂടി. അപ്പം നമുക്കറിയാം ഈ ഭൗതിക ലോകത്ത് പിന്നെ ബ്രഹ്മാവ് മുതല്, അതായത് യസ്തീന്ദ്ര ഗോപ മധവേന്ദ്ര മഹോസ്വകർമ്മ, അതല്ല, ഇപ്പൊ ബ്രഹ്മാവ് മുതല് താഴെ ഉറുമ്പ് വരെ, ഒരു നെയ്യുറുമ്പ് വരെ എന്ന് പറയുന്നത് അവരെല്ലാവരും ഭൗതിക പ്രകൃതിയുള്ള നിയമങ്ങൾക്ക് അധീനരാണ്. അവർക്കെല്ലാം സ്ഥൂല സൂക്ഷ്മ ശരീര ആവരണങ്ങളുണ്ട്. അതൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഭൗതിക ശക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് നാം എല്ലാം ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങൾ ശരീരം മാത്രമേ ഉള്ളൂ. അതിലിരിക്കുന്ന ജീവസത്ത എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ്. അത് ശാശ്വതമാണ്, സച്ചിദാനന്ദം തന്നെയാണ്. അപ്പൊ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരീരം ആവരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ഭൗതിക പ്രകൃതിയുടെ ശക്തിയാലാണ്. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഭൗതിക ത്രിഗുണങ്ങൾക്ക് വിധേയരായി പോകുന്നതും, അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഉന്നതവും അധവുമായ രൂപങ്ങളിൽ ജീവസത്തകൾ തിരിച്ചറിയപ്പെടുന്നതും അങ്ങനെയാണ്. ഇപ്പൊ സത്വഗുണത്തിലാവട്ടെ, ചിലര് സത്വഗുണത്തിൽ ഉയർന്നിട്ട് അവര് എന്താ പറയാ, ഇപ്പൊ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് തിരിച്ചറിയൽ എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രാഹ്മണര് എന്ന് വെച്ചാൽ എപ്പോഴും സത്വഗുണത്തിലായിരിക്കും, അവര് ഭഗവത് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും. ക്ഷത്രിയന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും രജോ ഗുണത്തിലായിരിക്കും. പിന്നെ അതുപോലെ വൈശ്യരെന്ന് പറയുന്നത് രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും കൂടെ മിശ്രിതമായിരിക്കും. തമോ ഗുണത്തിലെ ആൾക്കാരെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് പിന്നെ ലേബർ ക്ലാസ് എന്ന് പറയുന്നെങ്കിലും അവരിലും ചില തമോ ഗുണം അവരിൽ പ്രകടമാകും. അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ മന്ദതയോടുകൂടി, അപ്പൊ ആ രീതിയിൽ പിന്നെ എന്താണ്, ആ തമോ ഗുണത്തെ നമുക്ക് അവിടെയും തിരിച്ചറിയാൻ പറ്റും. പിന്നെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സന്ധിനി, സംവിത്, ക്ലാദിനി, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോന്നും ബദ്ധാത്മാക്കളെ നിയന്ത്രിക്കുന്ന ബഹിരംഗ ശക്തികളിൽ ഒന്നിനെ വീതം സ്വാധീനിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്വാധീനം എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ പ്രകടമാകുന്നതിന് അത് ഹേതുവാകുന്നു. അതേപോലെ തന്നെ ഭൗതിക ശക്തിയാലോ ആന്തരിക ശക്തിയാലോ നിയന്ത്രിക്കപ്പെടാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം സന്ധിനി, സംവിത്, ക്ലാദിനി, ഇപ്പൊ ഇതെല്ലാം ആന്തരിക ശക്തിയുടെ 3 വിഭാഗങ്ങളാണെങ്കിൽ തന്നെയും ഭൗതിക സ്വാധീനം, അതായത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള് ഇതിന് നമുക്ക് ഭൗതിക ലോകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ബന്ധനത്തിന് അവിടെ പിന്നെ അവിടെ ഈ ത്രിഗുണങ്ങൾ ഹേതുവാകുന്നു.
നമ്മളിപ്പം സത്വഗുണത്തിലാണെങ്കിൽ അതിന് ചില ആൾക്കാർ സത്വഗുണത്തിൽ നിന്ന് അതിനെ അതിക്രമിച്ച് അതീന്ദ്രിയ ഗുണത്തിലേക്ക് പോകുന്നതിന് പകരം ചിലര് സത്വഗുണത്തിൽ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളെയും അതുപോലെ തന്നെ ഭൗതിക പ്രകൃതിയിലെ എന്താ പറയാ സുഖങ്ങളെയൊക്കെ ആസ്വദിച്ച് അവര് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിലേക്കും ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ തിരിച്ചാണ് ഈ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും സത്വഗുണത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ പടിപടിയായിട്ടാണ് ആധ്യാത്മിക മുന്നേറ്റം എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനെയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഭൗതിക ശക്തിയാലും അതുപോലെ ആന്തരിക ശക്തിയാലും നമ്മൾ നിയന്ത്രിക്കപ്പെടും. അപ്പൊ ഭഗവാന്റെ ശാശ്വത സേവകരാണ് നമ്മൾ ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. ഭഗവാന്റെ ശാശ്വത സേവകരാണ്. പക്ഷെ അന്നേരം നമ്മൾ ഒരു പക്ഷെ ഭൗതിക ലോകത്ത് വരുമ്പം അല്ലെങ്കിൽ നമ്മൾ ശാശ്വത സേവകരായാൽ പോലും നമ്മൾ ചിലപ്പോൾ ഭൗതിക പ്രകൃതിയുടെ ഭൗതിക ശക്തിയാൽ നിയന്ത്രിക്കപ്പെടും. ചിലപ്പോൾ നമ്മൾ ഭക്തന്മാരെല്ലാം ആന്തരിക ശക്തി, അതാണ് അവർ ആനന്ദം അനുഭവിക്കുന്നത്, അല്ലെ? ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ ആനന്ദാമൃതി വർദ്ധനം പ്രതിപദം. അപ്പൊ ഭക്തന്മാര് നാമം ജപിച്ച് ആ നാമജപത്തിലൂടെ പരിശുദ്ധരായിട്ട് അവരെപ്പോഴും ആ ആനന്ദം അനുഭവിക്കുന്നു. അത് ഭഗവാൻ അനുഭവിക്കുന്ന അതേ ആനന്ദം തന്നെയാണ്, അതിന്റെ അല്ലെങ്കിൽ ഒരു അംശമാണ് ഭക്തന്മാരും അനുഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് 62-ാമത്തെ ശ്ലോകത്തിലാ പറയുന്നത്. ഇനി ശ്ലോകം 63. ക്ലാദീനി സന്ധീനി സംവിത് തയ്യേക സർവ സംസ്ഥിതൗ ക്ലാദതാപകരീമിശ്ര തൈനോ ഗുണവർജിതേ. അല്ലയോ ഭഗവാനെ, അതായത് ഇത് വിഷ്ണു പുരാണത്തിൽ നിന്ന് എടുത്ത ഒരു ശ്ലോകമാണ്. ക്ലാദിനി സന്ധിനി സംവിത് തയ്യേക സർവസംസ്ഥിതൗ ക്ലാദതാപകരീമിശ്ര തൈനോ ഗുണവർജിതേ. അല്ലയോ ഭഗവാനെ, എല്ലാത്തിനും ആധാരം അങ്ങാണ്. ക്ലാദിനി സന്ധിനി സംവിത് എന്നീ 3 ഗുണവിശേഷങ്ങൾ അങ്ങയിൽ ഒരേ ആധ്യാത്മിക ശക്തിയായിട്ട് നിലകൊള്ളുന്നു. പക്ഷേ സുഖത്തിനും ദുഃഖത്തിനും രണ്ടിന്റെയും സമ്മിശ്രത്തിന് കാരണമാവുന്ന ഭൗതിക ഗുണങ്ങൾ അങ്ങയിൽ നിലകൊള്ളുന്നില്ല. എന്തെന്നാൽ അങ്ങേക്ക് ഭൗതിക ഗുണങ്ങളില്ല. അതാണ് വിഷ്ണു പുരാണത്തിലെ ഒരു ശ്ലോകമാണിത്. അപ്പം അങ്ങ് എല്ലാത്തിനും ആധാരം അങ്ങ് തന്നെയാണ്. ഈ ഭൗതിക ഗുണങ്ങൾക്കും ഭൗതിക പ്രകൃതിക്കും ജീവാത്മാക്കൾക്കും എല്ലാം തന്നെ ആധാരം ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ 3 ഗുണവിശേഷങ്ങൾ അങ്ങയിൽ എപ്പോഴും ആധ്യാത്മിക ശക്തിയായിട്ട് നിലകൊള്ളുന്നുണ്ട്. എന്തൊക്കെ? ക്ലാദിനി സന്ധിനി സംവിത്. പക്ഷെ ഭൗതിക ലോകത്താണ് സുഖവും ദുഃഖവും. എവിടെയാണ് ദ്വന്ദ്ങ്ങൾ ഉള്ളത്? ആധ്യാത്മിക ലോകത്ത് ദ്വന്ദ്ങ്ങളില്ല. അപ്പൊ അവിടെ ഈ ഭൗതിക ലോകത്ത് സുഖത്തിനും ദുഃഖത്തിനും രണ്ടിന്റെയും സമ്മിശ്രത്തിനും കാരണമാവുന്ന ഭൗതിക ഗുണങ്ങൾ ഒരിക്കലും അങ്ങയിൽ കുടികൊള്ളുന്നില്ല. കാരണം അങ്ങ് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനാണ്. കാരണം അങ്ങയ്ക്ക് ഭൗതിക ഗുണങ്ങളില്ല. അപ്പൊ നമ്മൾ ഭൗതിക ലോകത്തെ ജീവാത്മാക്കളെ മാത്രമേ ഭൗതിക ത്രിഗുണങ്ങൾ ബാധിക്കുകയുള്ളൂ. അതനുസരിച്ചാണ് ഭൗതിക പ്രകൃതിയുടെ എന്ന് വെച്ചാൽ ഭൗതിക പ്രകൃതിയുടെ ഈ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഗുണത്തിനെ കയറെന്നും പറയുന്നുണ്ട്. ആ കയറാണ് നമ്മളെ എന്താ പറയാ നിയന്ത്രിക്കുന്നത്. ഈ പ്രകൃതിയുടെ ഗുണങ്ങളാകുന്ന കയറുകൾ. ഗുണം ഇതിന് നമ്മൾ ഗുണമെന്നുമുണ്ട്, അതുപോലെ കയറെന്നും അർത്ഥമുണ്ട്. ഇപ്പൊ നമ്മളെ ഈ ഇപ്പൊ സത്വഗുണത്തിന്റെ സത്വഗുണം നമ്മളെ ആ കയറുകൊണ്ടാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. അതുപോലെ സത്വഗുണമായാലും രജോ ഗുണമായാലും തമോ ഗുണമായാലും എല്ലാം തന്നെ. പക്ഷെ ഇതിനെ നമ്മൾ അതിക്രമിക്കുമ്പോഴാണ് ഭഗവാന്റെ സേവനത്തിലൂടെ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഈ ആധ്യാത്മിക അതാണ് ഭഗവാൻ പറയുന്നത്, ദേവിഹേഷ ഗുണമയി മമമായ ദുരത്യ, അല്ലെ? അതായത് എന്റെ ദിവ്യ പ്രകൃതിയാണിതും. ഭഗവാന്റെ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഇത് ഭഗവാന്റെ ശക്തി തന്നെയാണ്, ദിവ്യമായ ശക്തി തന്നെയാണ്. അപ്പൊ ഈ ദിവ്യ പ്രകൃതിയെ കീഴടക്കുക അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ ത്രിഗുണങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആരാണോ എനിക്കായി സ്വയം സമർപ്പിച്ചിരിക്കുന്നത്, മായാമേതാം തരന്തിഥി, അവർ വളരെ നിഷ്പ്രയാസം അതിനെ അതിജീവിക്കാൻ കഴിയും. ആരാണോ എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നത് അവർക്ക് ഇത് വളരെ ഈസിയായിട്ട് സാധിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങയിൽ ഇപ്പൊ ഈ സംവിധം ക്ലാദിനിയൊക്കെ അങ്ങയിൽ ഒരേ ആധ്യാത്മിക ശക്തിയായി നിലകൊള്ളുന്നു. പക്ഷെ സുഖത്തിനും ദുഃഖത്തിനും അതിന് അതും സമ്മിശ്രമായ ഈ ഗുണങ്ങൾക്കും ഒക്കെ അത് കാണുന്ന ഭൗതിക ലോകത്ത് ഇതൊന്നും അങ്ങയിൽ നിലകൊള്ളുന്നില്ല അല്ലെങ്കിൽ അങ്ങയെ ബാധിക്കുന്നില്ല. കാരണം എന്താണ്? അങ്ങയ്ക്ക് ഭൗതിക ഗുണങ്ങളില്ല. ഇനി ശ്ലോകം 64.
സന്ധിനിരസാര അംശ ശുദ്ധ സത്വനാമ ഭഗവാനെ രസത്തഹയഹയഹതേ വിശ്രാമ. സാന്ധിനി ശക്തിയുടെ സാരാംശം വിശുദ്ധ സത്വമാണ്. കൃഷ്ണ ഭഗവാന്റെ അസ്തിത്വം ഇതിൽ നിലകൊള്ളുന്നു. അപ്പോ സാന്ധിനി ശക്തി എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ സത്വം. അപ്പൊ ഭഗവാന്റെ അസ്തിത്വം, അപ്പൊ നമ്മളതെന്ന് വെച്ചാൽ ഭഗവാന്റെ അസ്തിത്വം എന്താണ്? ശാശ്വതമായിട്ടുള്ള അസ്തിത്വമാണ്. നമുക്കൊക്കെ ഭൗതികമായ അസ്തിത്വമാണ്. പിന്നെ ഭഗവത് സേവനം ചെയ്യുമ്പോഴാണ് നമ്മള് ആ ഒരു അസ്തിത്വത്തിലേക്ക് വരുന്നത്. ഏത്? അതായത് വിശുദ്ധ സത്വത്തിലേക്ക്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശുദ്ധമാണ്. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം എന്ന് പറയുന്ന അതാണ്. പിന്നെ അപ്പം അത് കൃഷ്ണ ഭഗവാന്റെ അസ്തിത്വമാണ് ഈ സന്ധിനി ശക്തിയുടെ സാരാംശം എന്ന വിശുദ്ധ സത്വത്തിൽ നിലകൊള്ളുന്നത്. ശ്ലോകം 65. മാതാപീത സ്ഥാനഗ്രഹ ശയ്യാസന ആര യേ സഭ കൃഷ്ണേര ശുദ്ധ സത്വേര വിഹാര. കൃഷ്ണ ഭഗവാന്റെ മാതാപിതാക്കളും ധാമവും ഗ്രഹവും ശയ്യകളും ഇരിപ്പിടങ്ങളും എല്ലാം ശുദ്ധ സത്വത്തിന്റെ രൂപാന്തരങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വർണ്ണിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല്, കാരണം ചൈതന്യ ലീല അല്ലെങ്കിൽ ചൈതന്യ ലീലയെ നമ്മൾ എത്രമാത്രം അതിന്റെ ആ പരിശുദ്ധിയോടുകൂടി നമ്മൾ ഭഗവാന്റെ ആ ചൈതന്യ ലീലയെ അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യ അവതാരത്തെ നാം മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇത്രമാത്രം ആ ഒരു ഭഗവാന്റെ അവതാരത്തിന്റെ കാരണങ്ങളെ നിരത്തുകയാണ്. അപ്പൊ അതാണ്. അപ്പം എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഭഗവാന്റെ ഈ 3 ശക്തികളെ കുറിച്ച് ആണ് മെയിനായിട്ട് ഈ ശ്ലോകങ്ങളിലൂടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വർണ്ണിക്കുന്നത്. അവിടെ ജീവസത്തകളുടെ ഗുണങ്ങളായിട്ടുള്ള ഈ സത്വരജസ് തമോ ഗുണങ്ങളെയും കൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരിട്ട് കാണുന്ന ഈ 3 ഗുണങ്ങളെയാണ്. നമ്മള് ഹ്ലാദിനിയോ സംവിധോ ചിത്തോ അതൊന്നും നമ്മൾ കാണുന്നില്ല ഭൗതിക ലോകത്തിരിക്കുന്നവര്. അപ്പം ഭൗതിക ലോകത്തെ സത്വഗുണത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ ത്രിഗുണങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? നമ്മള് ഈ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ വായിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ശ്രവിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് അപ്പൊ ഭൗതിക ലോകത്തെ ഈ ത്രിഗുണങ്ങൾ ഒരിക്കലും കൃഷ്ണനെ പറയാൻ കാരണം, ചൈതന്യ മഹാപ്രഭു ഭൂമിയിൽ അവതരിക്കാൻ പോവുകയാണ്. അദ്ദേഹം അവതരിക്കാൻ പല കാരണങ്ങളും, അതായത് ബാഹ്യമായിട്ടുള്ള കാരണങ്ങളും രഹസ്യ കാരണങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഭഗവാൻ ഭൗതിക ലോകത്ത് അവതരിക്കുമ്പം ഒത്തിരി, അതായത് ഭഗവാൻ മനുഷ്യരൂപത്തിലാണ് അവതരിച്ചത്. ഭഗവാൻ പറയുന്നുണ്ടല്ലോ, അവജാനന്തി മാമൂഢ മാനുഷിം തനുമാശ്രിതാഹ. അതായത് ഞാൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ അവർ മൂഢന്മാർ നിന്ദിക്കുന്നു എന്നാണ്. അപ്പം ഭൗതിക ലോകത്തുള്ളതും മിക്കവാറും എല്ലാം മൂഢന്മാരാണ്. ഞാൻ ആരാണ്? ഈശ്വരൻ ആരാണ്? ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ് എൻ്റെ യഥാർത്ഥ കർത്തവ്യം? അപ്പൊ ഇതൊന്നും മനസ്സിലാക്കിയ അല്ല ഇന്നത്തെ സമൂഹത്തില്, അല്ലെങ്കിൽ ഇന്നത്തെ കലിയുഗത്തിലെ ആൾക്കാർ, ജീവസത്തകൾക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവോ അതിനുള്ള ബുദ്ധിയോ ഇല്ല. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഭൗതിക ലോകത്ത് വന്നിട്ട് ദ്വാപരയുഗത്തിൽ കൃഷ്ണനെ അവതരിച്ച സമയത്ത് അദ്ദേഹം ഒരുപാട് ലീലകളാടി. പക്ഷെ അന്നും ഒരുപാട് ആസുരന്മാരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ഏറ്റുമുട്ടേണ്ടി വന്നു, അല്ലെ? പിന്നെ കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അസുരന്മാരാണ്, ആസുരിക മനോഭാവം ഉള്ളവരാണ്. ഇപ്പൊ രാക്ഷസന്മാരല്ലെങ്കിലും അവർക്ക് ആസുരിക മനോഭാവം. അതാണ് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ ഹിരണ്യകശിപുകൾ ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആസ്വദിക്കാനുള്ള പ്രവണത. അപ്പൊ അതാണ് എപ്പോഴും ആസ്വാദന പ്രവണതയാണ്. അതിനുവേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടി. ഇപ്പൊ ഭഗവാന്റെ അന്തരംഗ ശക്തിയായിട്ടുള്ള ഹ്ലാദിനി ശക്തി, ഭഗവാൻ എപ്പോഴും ആ ഹ്ലാദിനി ശക്തിയിൽ എപ്പോഴും ആനന്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഭഗവാന്റെ അംശമായ ജീവാത്മാക്കളിലും ഈ ആനന്ദിക്കാനുള്ള അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇവിടെ എന്താ പറയാ, പൂർണ്ണമായിട്ടും ഭൗതിക ലോകം എന്ന് പറയുന്ന ഒരു ഇരുളടഞ്ഞ പ്രദേശമാണ്, അല്ലേ? അപ്പൊ ഇവിടെ അതായത് മായാശക്തിയുടെ മൂർത്തിഭാവമാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഈ മായാശക്തിയുടെ മൂർത്തിഭാവത്തിൽ അന്തരീക്ഷത്തിൽ കഴിയുന്ന ഓരോ ജീവാത്മാവും അവൻ പരിപൂർണമായും ഭഗവാനെ മറന്ന് ജീവിക്കുകയാണ്.
ഞാൻ ആരാണെന്നോ അല്ലെങ്കിൽ ഈശ്വരൻ ആരാണെന്നോ ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം, നമ്മുടെ ആ മൂലസ്വരൂപം നമ്മൾ മറന്ന് ജീവിക്കുകയാണ്. അപ്പൊ അങ്ങനെ മറന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ, ഇപ്പൊ നേരത്തെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞതുപോലെ ഒരുപാട് ജന്മങ്ങളൊക്കെ എടുത്ത് എന്താണ് ബ്രഹ്മാണ്ട പ്രമിതേ കോന ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തിലത ധീര, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ബ്രഹ്മാണ്ടത്തിൽ പലയിടങ്ങളിലും ഒക്കെ ജന്മങ്ങൾ എടുത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഒരു ആയിട്ടുള്ള ഒരു ജീവാത്മാവ് ഗുരുവിന്റെയും ഭഗവാന്റെയും പ്രസാദത്താൽ കൃഷ്ണ ഭക്തിലത സ്വീകരിക്കുന്നു. ഭക്തിലത അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുള്ളിൽ നിക്ഷേപിക്കപ്പെടുന്നു ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹത്തിൽ. അപ്പം അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഏതാണ്, അപ്പൊ ഭൗതിക ലോകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ മറന്നിരിക്കുകയാണ് ഭഗവാൻ. അപ്പൊ ഇപ്പൊ നമ്മൾ ഭഗവാന്റെ ഈ അസ്തിത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ ഭഗവാനെ അനുഭവിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ ഭഗവാൻ ആ എന്താ പറയാ പരിപൂർണമായ ജ്ഞാനം, സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത് അത് ശുദ്ധ സത്വമാണെന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ കൃഷ്ണ ഭഗവാന്റെ മാതാപിതാക്കളാവട്ടെ, ധാമമാവട്ടെ, ഗ്രഹമാവട്ടെ, ശയ്യകളാവട്ടെ, ഇരിപ്പിട, ഇതെല്ലാം ശുദ്ധ സത്വത്തിന്റെ രൂപാന്തരങ്ങളാണ്. അപ്പം ആ വിശുദ്ധ സത്വത്തിലാണ് എല്ലാവരും പ്രകടമാകുന്നത്. ഇപ്പം ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാൻ അങ്ങനെയുള്ള ഭാഗ്യശാലികൾക്കല്ലേ പറ്റൂ, ഭഗവത് ഭക്തന്മാർക്കല്ലേ പറ്റൂ. അപ്പൊ വിശുദ്ധ സത്വത്തിന്റെ വിധാനത്തിലാണ് സ്ഥിതി ചെയ്യുന്ന ആണെങ്കിൽ ആണ് ഒരു ജീവസത്ത കുടികൊള്ളുന്നതെങ്കിൽ, സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഭഗവാന്റെ രൂപവും ഗുണങ്ങളും ഒക്കെ വിശേഷതകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് കൃഷ്ണ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അല്ലെ? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പിന്നെ നമ്മളൊരു ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ എന്താ പറയാ ഭക്തി പരിശീലിക്കുമ്പോഴാണ്, ജീവിതത്തിൽ ഉടനീളം നമ്മൾ വളരെ നിഷ്ഠയോടുകൂടി ആ ഭക്തി പരിശീലിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഭഗവാന്റെ അനുഗ്രഹവും, അല്ലെ? ഗുരുവിന്റെ കൃപാകടാശവും അതുപോലെ ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യവും കൊണ്ട് നമ്മൾ എന്ന ഈ ജീവാത്മാവിന് ഒരിക്കലെങ്കിലും ഭഗവാനെ മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാകും. പിന്നെ നമ്മുടെ ജോലിയാണ് അവിടുന്ന് നമ്മൾ ഈ സാധനാശക്തി പരിശീലിച്ച് നമ്മുടെ ഹൃദയത്തിൽ അതായത് ഭക്തിലതയുടെ ബീജം പാകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പൊ അതേപോലെ അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പം കൃഷ്ണാവബോധം എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ വിശുദ്ധ സത്വത്തിന്റെ വിധാനത്തിൽ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇപ്പൊ നമ്മൾ കൃഷ്ണാവബോധം തുടങ്ങുക ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണ്, അല്ലെ? അതാണ് നമ്മുടെ തുടക്കം. ഭഗവാന്റെ തിരുനാമ ജപത്തിലൂടെയാണ് നമ്മൾ ഇപ്പം കൃഷ്ണാവബോധത്തിന്റെ ജീവിതത്തിന് പ്രാരംഭം കുറിക്കുന്നത്. നമ്മളൊരു വീട് വെക്കാനായിട്ട് പ്രാരംഭം കുറിക്കുമ്പം എങ്ങനെയാ വീടിന് അടിത്തറ കിട്ടും. അപ്പൊ നമ്മുടെ ആ വീടിന്റെ അസ്തിത്വം അല്ലെങ്കിൽ ആ വീടിന്റെ അടിത്തറ എന്ന് പറയുന്നത് എത്ര നമ്മൾ പറയല്ലേ, പിന്നെ ഓരോ നിലകള് കെട്ടി ഉയർത്തിയാലും അതിനെ എല്ലാം താങ്ങി നിർത്തുന്നത് ആ അടിത്തറയാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം ഭക്തിയുത സേവനം ചെയ്താലും ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ് നമ്മുടെ അസ്തിത്വം, അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ നമ്മുടെ അസ്തിത്വം, അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണാവബോധത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഭഗവാന്റെ ഹരിനാമ ജപമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അതും വിശുദ്ധ സത്വം. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഈ നാമം എന്ന് പറയുന്ന ശുദ്ധ സത്വമാണ്, ശുദ്ധ നാമമാണ്. ആ നാമം എന്ന് പറയുന്ന ഭഗവാൻ തന്നെയാണ്. അതിന് ഭഗവാനും നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ ആ നാമം ജപിക്കാൻ തുടങ്ങുമ്പോഴേ തന്നെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കൃഷ്ണാവബോധം ആരംഭിക്കുന്നത് വിശുദ്ധ സത്വത്തിന്റെ വിധാനത്തിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭക്തനെ കാണുന്നു, ഒരു ഭക്തനെ കാണാൻ ഇടയായി, ചിലപ്പോൾ ആദ്യം നമ്മൾ നാമം ജപിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു ഭക്തനെ കാണാൻ ഇടയായി, അപ്പൊ അവരും വിശുദ്ധ സത്വത്തിന്റെ വിധാനത്തിലാണ്. അപ്പൊ അങ്ങനെയാണ് അവരുടെ നിന്ന് നമുക്ക് കൃപാസിദ്ധി കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പലതരത്തിൽ ഒരു ജീവാത്മാവിനെ ഭഗവാനുമായിട്ട് ബന്ധിക്കും ഭൗതിക ലോകത്ത്, ഭാഗ്യവാനാണെങ്കിൽ. അപ്പൊ അവിടെയൊക്കെ വിശുദ്ധ സത്വമാണ്. അപ്പം കൃഷ്ണനെ കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ലെങ്കിലും കൃഷ്ണനെ സർവശക്തികളുടെ യജമാനനായിട്ട് അഥവാ അതിദേവനായ വാസുദേവനായിട്ട് സാക്ഷാത്കരിക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ നമ്മൾ ഈ ഒരു ജന്മത്തില് കൃഷ്ണനെ കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെ കഴിഞ്ഞ ജന്മത്തിൽ, അതാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടോ ഒക്കെ ഉണ്ടാവും.
അപ്പൊ അതുകൊണ്ടാവണം നമുക്ക് ഈ ഒരു ജന്മത്തില് ഇപ്പൊ ഭഗവാന്റെ സേവനം ചെയ്യാനായിട്ടൊരു അവസരം ഭഗവാൻ നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ അതാണ്, അതായത് ബഹുനാം ജന്മനാമന്തേ ബഹുനാം ജന്മനാമന്തേ ഭാഗ്യവാൻമാം പ്രപദ്യന്തേ വാസുദേവ സർവമിതം. എല്ലാത്തിന്റെയും ആധാരം എന്ന് പറയുന്നത് ഭഗവാൻ വാസുദേവനാണ്. അപ്പൊ അങ്ങനെ വാസുദേവനായിട്ട് സാക്ഷാത്കരിക്കണം എല്ലാ ശക്തികളുടെയും ഈ ഭൗതിക ലോകത്ത് കാണുന്ന ആധ്യാത്മിക ലോകത്ത് കാണുന്ന എല്ലാ സകല ശക്തികളുടെയും അധിദേവനായിട്ട് വരുന്ന ആരാണ്? ഭഗവാൻ വാസുദേവനാണ്. ആ രീതിയിൽ വേണം നമ്മൾ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ. അപ്പം ഈ ത്രിഗുണങ്ങൾക്ക് അതീതമായിട്ട് വിശുദ്ധ സത്വത്തിലെ ഒരു ജീവസത്ത നിലകൊള്ളുമ്പോഴാണ് അപ്പൊ സേവന മനോഭാവം ഉണ്ടാകും. ഭഗവാന്റെ രൂപത്തെക്കുറിച്ചും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജന്മകർമ്മശമേ ദിവ്യം, ഭഗവാന്റെ ദിവ്യമായ ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ഭഗവാന്റെ രൂപത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും മറ്റു സവിശേഷതകളെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ സത്വത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ പരിപൂർണനാണ്, നമ്മളൊക്കെ അപൂർണങ്ങളാണ്. നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ശരീരവും നമ്മുടെ സെൻസസും എല്ലാം അപൂർണങ്ങളാണ്. ഭഗവാൻ എന്ന് പറയുന്നത് വിശുദ്ധ സത്വം, അത് പരിപൂർണതയിലാണ് നിലകൊള്ളുന്നത്. ഭഗവാൻ എപ്പോഴും ആത്മീയനാണ്. അപ്പൊ അതുപോലെ തന്നെ അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാന്റെ മാതാപിതാക്കള്, അദ്ദേഹത്തിന്റെ അനുസാരികള്, ഇതെല്ലാം സത്വത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധ സത്വത്തിന്റെ ഒരു ആവിഷ്കാരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഭഗവാന്റെ ധാമം, ഭഗവാന്റെ മാതാപിതാക്കൾ അവരൊക്കെ ആ ഒരു തലത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ സഹാക്കളായിട്ടുള്ള ഗോപന്മാര്, സഖികളായിട്ടുള്ള ഗോപികമാർ, അവരൊക്കെ ആ ഒരു തലത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വിശുദ്ധ സത്വത്തിൽ നിലകൊള്ളുന്നവരാണ്. അവരുടെ അതിന്റെ രൂപാന്തരമാണത്. അതുകൊണ്ടാണ് നമ്മള് ആന്തരംഗ ശക്തിയുടെ അഥവാ ഈ ശക്തിയുടെ സാന്തിനി ശക്തിയാണ് സർവ വൈവിധ്യങ്ങളും പ്രത്യക്ഷമാക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഭൗതിക ലോകത്ത് നമുക്ക് ഇതിനെ ഒന്നും അത് ആർക്കും കാണാൻ പറ്റില്ല. കാരണം ഭഗവാൻ എന്ന് പറയുന്ന സർവ്വവ്യാപിയാണ്. ഭഗവാനെ സർവ്വവ്യാപി എന്ന് വിളിക്കുന്നു അല്ലേ? ഭഗവാൻ പറയല്ലോ ഈ ഇപ്പം ഒരു ഭക്തൻ നോക്കുന്നിടത്തെല്ലാം ഭഗവാനെ കാണാൻ പറ്റും. ഒരു ചെടിയിലും ഒരു കൊടിയിലും അല്ലെങ്കിൽ മറ്റു ജീവാത്മാക്കളിലും. ഇപ്പൊ നമ്മുടെ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി സുനി ചൈവ സ്വപാകേശ പണ്ഡിത സമദർശനഃ എന്ന് പറയുന്ന പോലെ അപ്പൊ എല്ലായിടവും സർവ്വവ്യാപിയായിട്ടുള്ള പരമാത്മാവിനെ ദർശിക്കാൻ ഒരു വിദ്യാവിനയനായിട്ടുള്ള ഭക്തനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കഴിയും. പക്ഷെ മറ്റുള്ളവർക്ക് അതിന് കഴിയില്ല. അപ്പോ ഈ സാന്ധിനി ശക്തിയാണ് ഈ പ്രത്യക്ഷമാകുന്നതും സംരക്ഷിക്കുന്നതും ആവിഷ്കരിക്കുന്നതും എല്ലാം എന്ന് ഒരു ഭക്തന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ സേവകർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഭഗവത് ധാമത്തിലാകുമ്പോഴാ സേവകര്, സേവികമാര്, പത്നിമാര്, പിതാവ്, മാതാവ് എല്ലാവരും സാന്ധിനി ശക്തിയുടെ ദിവ്യമായിട്ടുള്ള ആ അസ്തിത്വത്തിന്റെ രൂപാന്തരണീകരണങ്ങളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ ധാമം, ഭഗവാൻ ഇപ്പൊ ദ്വാരകയാവട്ടെ, വൃന്ദാവനമായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഗോകുലമായിക്കോട്ടെ, അപ്പൊ ഇവിടെ എല്ലാം അവിടെയുള്ള ഭഗവാനെ സേവിക്കുന്ന ഇപ്പൊ ഭഗവാന്റെ രാജ്ഞിമാര് അല്ലെങ്കിൽ ഗോപികമാര്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിന്റെ സഹാക്കള്, ഇപ്പം അർജുനനും അതുപോലെ പാണ്ഡവര്, ഇവരെല്ലാം തന്നെ എന്ന് പറയുന്നത് ഭഗവാന്റെ ദിവ്യ അസ്തിത്വത്തിന്റെ രൂപാന്തരണം തന്നെയാണ്. അപ്പൊ അങ്ങനെ അതുപോലെ പിന്നെ ബഹിരംഗ ശക്തിയിലെ സന്ധിനി എന്താണ്? അപ്പൊ അത് അന്തരംഗ ശക്തിയിലെ അപ്പൊ ബഹിരംഗ ശക്തിയിലെ സന്ധിനി എന്താണ്? നമുക്ക് ആത്മീയ മേഖലയുടെ ഒരു ക്ഷണദർശനം. അതായത് ഇവിടെ പ്രവർത്തിക്കുന്നത് ഭൗതിക ശക്തിയാണെങ്കിലും അവിടെയും ബഹിരംഗ ശക്തിയിൽ സന്ധിനിയുണ്ട്. അപ്പൊ അത് ഒരു ക്ഷണദർശനം, അതായത് ഭൗതിക പ്രപഞ്ചത്തിലെ സകല വൈവിധ്യങ്ങളെയും വികസിപ്പിക്കുന്ന ഒരു ക്ഷണദർശനം സാധ്യമാക്കുന്നു എന്നാണ് പറയുന്നത് ഭൗതിക ലോകത്തിന്റെ ഈ ബഹിരംഗ ശക്തിയിലെ ഈ സന്ധിനി ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മള് ഭൗതിക ലോകവും ആത്മീയ ലോകവും തമ്മിലുള്ള വ്യത്യാസം. ആത്മീയ ലോകത്ത് പരിപൂർണമായിട്ടുള്ള സാന്ധിനി ശക്തിയുടെ ആ ദിവ്യമായിട്ടുള്ള വിശുദ്ധ സത്വം, പക്ഷെ ഭൗതിക ലോകത്ത് അതാണ് പെർവെർട്ടഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും സ്നേഹമുണ്ട്, ഇവിടെയും സ്നേഹമുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം? ക്ഷണമായിട്ടുള്ള, അതായത് യഥാർത്ഥ സൗന്ദര്യമില്ല,
യഥാർത്ഥ ശക്തിയില്ല. പക്ഷെ ആൾക്കാര് നടിക്കുന്നു അല്ലേ? ഞാൻ ശക്തിമാനാണ്, ഞാൻ എന്താ പറയാ സൗന്ദര്യമുള്ളവരാണ്, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും സമ്പന്നൻ, ഭാരതത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ധരിക്കുന്നു. അതൊക്കെ ഒരു ക്ഷണദർശനം മാത്രമാണ് എന്നാണ് പറയുന്നത്. ശ്ലോകം 66. ഇപ്പൊ ഇവിടെ കൊണ്ട് നിർത്താം. 6:10. ഹരേ കൃഷ്ണ. മാജി. ഹരേ കൃഷ്ണ. സമയായല്ലോ? ഓ മാജി സമയായി. നമുക്ക് 65 വരെ അല്ലേ മാജി ഇന്ന്? 65 വരെ എടുത്തത്. ഓക്കെ മാജി, താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. हरे कृष्णा. श्रील गुरुदेव की जय, प्रभुपाद की जय, श्री चैतन्य चरितामृतम ग्रंथराज की जय, जय गौरव प्रेमानंदे. हरि हरि बोल. वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नंदकोटि वैष्णव वृंद की जय. नित्य गौरव प्रेमानंदे. हरे कृष्णा. थैंक यू सो मच माजी. हरे कृष्णा. थैंक यू.